Welcome students. In the organic chemistry most awaited chapter ആണ് hydrocarbons class 11 hydrocarbons ആണ് discuss ചെയ്യാൻ പോകുന്നത്. അപ്പോൾ hydrocarbons chapter പഠിക്കുമ്പോൾ first of all we should aware of എന്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. What is the word meaning of hydrocarbons? It is nothing but the compounds that are made of only carbon and hydrogen. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെയാണ് അല്ലെങ്കിൽ ആ ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത്. നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഓർ ഡേ ടു ഡേ ലൈഫ് യു കം അക്രോസ് മെനി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫ്യൂവൽസ്. വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസിന് വാട്ട് ഇസ് ഇറ്റ്? It is a hydrocarbon and the main constituent of LPG or liquefied petroleum gas is butane. Butane is a hydrocarbon. അത് കൂടാതെ CNG, compressed natural gas, the main constituent is methane. അത് കൂടാതെ പല ആപ്ലിക്കേഷൻസ് ലൈക്ക് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പ്ലാസ്റ്റിക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇൻ ദ മാനുഫാക്ചർ ഓഫ് പോളിയെത്തിലീൻ, പോളിസ്റ്റൈറിൻ ആൻഡ് ഓൾസോ ഇൻ പെയിൻറ്റ് ഇൻഡസ്ട്രി. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ്. ദാറ്റ് ഈസ് എന്തിനാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ബിക്കോസ് ദീസ് ആർ കോമ്പൗണ്ട്സ് വിച്ച് ആർ റിലേറ്റഡ് ഇൻ ആ ഡേ ടു ഡേ ലൈഫ്. ഇതാണ് നമ്മളുടെ ഫ്യൂവൽസ് കാറ്റഗറിയിൽ വരുന്ന ബ്യൂട്ടേൻ. ദാറ്റ് ഈസ് LPG, ദ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. പിന്നെ പ്രൊപ്പെയിൻ കുക്കിംഗ് ആപ്ലിക്കേഷൻസിന് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഫോർ ഹീറ്റിംഗ് പർപ്പസ് ഓൾസോ. Then comes hexane, leather പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഉണ്ട് ഹൈഡ്രോകാർബൺസ് ആൻഡ് ദാറ്റ് ഈസ് ഇൻ ദ ലെതർ പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറിന്. ഒക്ടേൻ വരുമ്പോൾ ഗ്യാസുലിൻ and it is used as an anti-knocking agent. അങ്ങനെ variety of application, mostly in the case of fuels, plastic manufacture, then in paint industry, etc. So let us come to the classification. എങ്ങനെ നമുക്ക് ഹൈഡ്രോ കാർബൺസിനെ ക്ലാസിഫൈ ചെയ്യാം? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ആലിഫാറ്റിക് ആൻഡ് ആലിസൈക്ലിക്. ആലിഫാറ്റിക് ആൻഡ് ആലിസൈക്ലിക്. ആലിഫാറ്റിക് അതിനെ വീണ്ടും ദാറ്റ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ മുന്നേ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഈ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന കാറ്റഗറി ദേ ആർ ഓൾ സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്. സ്ട്രേറ്റ് ചെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ്ങും കൂടെ വരുന്ന ബട്ട് ദേ ആർ നോട്ട് സൈക്ലിക് കോമ്പൗണ്ട്സ്. അതായത് അവർ ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാത്ത കാറ്റഗറി ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് ആലിഫാറ്റിക് അല്ലെങ്കിൽ അസൈക്ലിക് ഹൈഡ്രോ കാർബൺസ്. ബട്ട് കമ്മിങ് ടു ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്, ആലിസൈക്ലിക് ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ സൈക്ലിക്, അതായത് ദേ ഫോം എ ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ. ഈ കാർബണും ഹൈഡ്രജനും ഒരു റിംഗ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണെങ്കിലാണ് ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് which are further divided as homocyclic, heterocyclic, and you have aromatic, non-aromatic and anti-aromatic. അതിൽ നമ്മളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വി ആർ മോസ്റ്റ്ലി ഫോക്കസിങ് ഓൺ ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് ആസ് വെൽ ആസ് അറോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. വാട്ട് ആർ ആലിഫാറ്റിക് ആൻഡ് ദെൻ കംസ് അറോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. നമുക്ക് ഇതൊന്ന് നോക്കാം. എങ്ങനെയാണ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് ഉദ്ദേശിക്കുന്ന ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ്? Aliphatic നമ്മൾ പഠിച്ചു, they are divided into saturated hydrocarbons as well as unsaturated hydrocarbons. What is that word meaning of saturation and unsaturation? നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എപ്പോഴും പിന്നെ കേൾക്കുന്ന ഒരു വേർഡാണ് സാച്ചുറേഷൻ അല്ലെങ്കിൽ അൺസാച്ചുറേഷൻ. വാട്ട് ഇസ് ദാറ്റ് വേർഡ് മീനിങ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് വിൽ സ്റ്റാർട്ട് വിത്ത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് മീൻസ് ഹൈഡ്രോകാർബൺസ് നമ്മൾ എന്താ പറഞ്ഞ ഹൈഡ്രോകാർബൺസ് ആർ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ കാർബൺ, ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ, ഇസ്ന്റ് ഇറ്റ്? കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അപ്പം അങ്ങനെയുള്ള കോമ്പൗണ്ട്സിൽ കാർബൺ തമ്മിലോ കാർബൺ ഹൈഡ്രജൻ തമ്മിലോ സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ, ഓൺലി സിംഗിൾ ബോണ്ട്സ് ആണെങ്കിൽ വി കോൾ ദം ആസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഫോർ എക്സാമ്പിൾ മീത്തേൻ എടുക്കുക. നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് മീത്തേൻ. വി നോ ഇറ്റ് ഈസ് CH4. ഇതെടുത്താൽ ഇഫ് ഐ എം ഡ്രോയിങ് ദ സ്ട്രക്ചർ ഓഫ് മീത്തേൻ, CH carbon is tetrahedrally bonded to 4 hydrogen atom, isn't it? കാർബണും ഹൈഡ്രജനും, all the hydrogen
which are connected to carbon, they are by single bonds. Single bond വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള compounds, അങ്ങനെയുള്ള hydrocarbons-നെയാണ് we call it as saturated hydrocarbons. And those saturated hydrocarbons-നെ വിളിക്കുന്ന പേരാണ് alkane എന്ന്. So what are alkane? So alkanes are saturated hydrocarbons containing only single bond. Single bond മാത്രമുള്ള alkanes-നെയാണ് hydrocarbons-നെയാണ് we call them as alkanes. Example തന്നിട്ടുണ്ട് butane. Butane എന്ന് പറയുമ്പോൾ നെയിമിംഗ് നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ പഠിക്കുന്നതായിരിക്കും. ബട്ട് ബ്യൂട്ടേൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർ മെമ്പേർഡ് ഉള്ള കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ ആണ്. സോ എല്ലാ കാർബൺ ആറ്റവും ഹൈഡ്രജനും carbon as well as carbon hydrogen bonds are single bonded. എല്ലാവരും തമ്മിലുള്ള bonds single bond ആണ്. So it is classified as an alkane. Now coming to unsaturated. What is the word meaning of unsaturation? Unsaturated means carbon രണ്ട് carbon atoms തമ്മിലുള്ള bond if it either a double bond or if it is a triple bond. Carbon double bonded as well as carbon triple bonded compounds-നെയാണ് നമ്മൾ എന്ത് പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന it is known as unsaturated. It can be either carbon double bond or it can be carbon triple bond. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് അൺസാച്ചുറേഷൻ. അത് തന്നെ രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് രണ്ട് കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ വി കോൾ ദം ആസ് ആൽക്കീൻ എന്നാണ് വിളിക്കുന്നത്. വേറാസ് ഇഫ് കാർബണിൻ്റെ ഇടയിലുള്ളത് ട്രിപ്പിൾ ബോണ്ടഡ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ആൽക്കൈൻസ്. ഓക്കെ, അപ്പോൾ മൂന്ന് പേരുകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ആൽക്കെയിൻ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, ആൽക്കൈൻ ഉണ്ട്. ഓക്കെ, so alkene is double bonded. ഏറ്റവും simplest example is ethene that is carbon. Here you find രണ്ട് carbon atom തമ്മിൽ double bonded ആണ്. So it belongs to the category of alkenes. Whereas you see this example, this is propine. മൂന്ന് carbon atom ഉള്ള hydrocarbon ആണ്. അതിൽ ഈ രണ്ട് carbon atom തമ്മിൽ ഒരു triple bonded ആണ്. So it belongs to the category of alkynes. So alkane contains only single bond, alkene double bond, and alkyne is triple bonded hydrocarbon. അത് കൂടാതെ നമ്മൾ വേറെ ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതൊക്കെ പിന്നെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഇറ്റ് ക്യാൻ ബി ഐദർ സ്ട്രെയിറ്റ് ചെയിൻ ഓർ ബ്രാഞ്ചിങ് വരാം. ബട്ട് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അവർ റിംഗ് ഒന്നും ഫോം ചെയ്യില്ല. റിംഗ് ഒന്നും ഫോം ചെയ്യാത്ത ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അഗെയിൻ ബട്ട് you have cyclic hydrocarbons also. നമുക്ക് വേറെയും കാറ്റഗറി ഓഫ് ഹൈഡ്രോകാർബൺസ് ഉണ്ട് ആൻഡ് ദേ ആർ സൈക്ലിക് ഹൈഡ്രോകാർബൺസ്. സൈക്ലിക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് ആസ് വെൽ ആസ് അറോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. രണ്ട് കാറ്റഗറീസ് ആണ്, ആലിസൈക്ലിക് ആൻഡ് അറോമാറ്റിക്. ആലിസൈക്ലിക് എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഹൈഡ്രജൻ ദേ ജോയിൻ ടുഗെദർ ടു ഫോം എ ക്ലോസ് ചെയിൻ. ഒരു ക്ലോസ്ഡ് ചെയിൻ ആയിട്ട് ഫോം ചെയ്താൽ നമുക്ക് ആലിസൈക്ലിക്. ഒരു 6 മെമ്പേർഡ്, ഹിയർ യു ഹാവ് 6 മെമ്പേർഡ് കാർബൺ ആറ്റം വിച്ച് അത് ക്ലോസ് ചെയ്തിട്ട് ഒരു സൈക്ലിക് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. പക്ഷേ ഈ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മൾ അറോമാറ്റിക് എന്ന് വിളിക്കുന്ന ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ്. അറോമാറ്റിക് എന്ന് പറഞ്ഞാൽ ആ ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അത് കൂടാതെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ യു ഹാവ് ടു ഹാവ് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഒരു ഡബിൾ പിന്നെ ഒരു സിംഗിൾ പിന്നെ ഡബിൾ. ലെറ്റ് us see, ഇവിടെ നോക്കൂ, ഇതൊരു ഡബിൾ ബോണ്ടാണ്, പിന്നെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, അങ്ങനെ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേഷൻ. വി കോൾ ഇറ്റ് ആസ് കോൺജുഗേഷൻ. ഓക്കെ, കോൺജുഗേഷൻ. അപ്പോൾ അറോമാറ്റിക് ആവണമെങ്കിൽ ജസ്റ്റ് ഒരു സൈക്ലിക് റിംഗ് സ്ട്രക്ചർ ഉണ്ടായാൽ മാത്രം പോരാ. ഇൻ അഡീഷൻ ടു ദിസ് ഇറ്റ് ഷുഡ് ബി എ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ. ഒരു കോൺജുഗേഷനും കൂടെ ഉണ്ടെങ്കിലാണ് വി കോൾ ഇറ്റ് ആസ് അറോമാറ്റിക് ഹൈഡ്രോകാർബൺ. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സ്ട്രക്ചറാണ് ബെൻസീൻ്റെത്. സോ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ യു ക്യാൻ സജസ്റ്റ് ബെൻസീൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ആൽക്കെയിൻസിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ആൽക്കെയിൻസിൻ്റെ നോമൻക്ലേച്ചർ, എന്തൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കാണിക്കുന്നുണ്ട്, പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ദെൻ അതിൻ്റെ കൺഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡീൽ ചെയ്യുന്നത്. ആൽക്കെയിൻ. സോ ആൽക്കെയിൻ നമ്മൾ പഠിച്ചു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്, ഇൻ വിച്ച് കാർബൺ ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ തമ്മിൽ
എന്ത് ബോണ്ടാണ് ഉള്ളത്? ഇറ്റ്സ് എ സിംഗിൾ ബോണ്ട്. ഓക്കെ, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ സിംപ്ലസ്റ്റ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീഥെയിൻ. നമ്മൾ എഴുതിയതാണ് CH4, isn't it? CH4 I have shown here. ഈ സ്ലൈഡിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിനെയാണ് മീഥെയിൻ എന്ന് പറയുന്നത്. നമ്മളുടെ മേജർ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് CNG, ഗോബർ ഗ്യാസ്, അങ്ങനെ പലതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂവലുമാണ് മീഥെയിൻ. ഓക്കെ, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഹൈഡ്രോകാർബൺ. ഇനി ഞാനിപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രജനെ, ഈ മീഥെയിനിലുള്ള ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇഫ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് കാർബൺ, ഐ ആം റീപ്ലേസിങ് ഹൈഡ്രജൻ വിത്ത് എ കാർബൺ. അപ്പോൾ എന്താവും? HCHC. ഇനി കാർബണിൻ്റെ ബാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ റിമൈനിങ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത്, അല്ലെങ്കിൽ റിക്വയർഡ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അപ്പം വി ഗെറ്റ് CHHH, isn't it? കാർബൺ ഇങ്ങനെ ഇടാൻ പറ്റില്ല, അതിൻ്റെ ബാലൻസി 4 ആയതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ റിമൈനിങ് യു സബ്സ്റ്റിറ്റ്യൂട്ട് യു പുട്ട് ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മോളിക്യൂളിൻ്റെ ഫോർമുല എന്തായിരിക്കും? സ്ട്രക്ചറിൻ്റെ C2H6, isn't it? 2 കാർബണും ഓരോ കാർബണിലും 3 ഹൈഡ്രജനും. സോ വി ഗെറ്റ് C2H6. ഇതാണ് നെക്സ്റ്റ് ഹയർ, മീഥെയിൻ കഴിഞ്ഞാൽ ഹയർ ആൽക്കെയിൻ, ദാറ്റ് ഈസ് ഈതെയിൻ എന്ന് പറയുന്ന 2 കാർബണുള്ള ആൽക്കെയിൻ ആകുമ്പോൾ വി കോൾ ഇറ്റ് ആസ് ഈതെയിൻ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് ഏത് ഹൈഡ്രോ കാർബണിൻ്റെ അതിൻ്റെ ഹയർ മെമ്പറിനെ കിട്ടണമെങ്കിൽ, ഓർ ഇഫ് വി റിക്വയർ ദ ഹയർ മെമ്പർ, യു ജസ്റ്റ് റിമൂവ് ദ ഹൈഡ്രജൻ ഓർ റീപ്ലേസ്, ആ വാക്കായിരിക്കും കുറച്ചും കൂടെ, റീപ്ലേസ് ദ ഹൈഡ്രജൻ വിത്ത് എന്ത് ഗ്രൂപ്പ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം? വി റീപ്ലേസ് ഇറ്റ് വിത്ത് CH3 ഗ്രൂപ്പ്. CH3 ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്താൽ വി ഗെറ്റ് ദ നെക്സ്റ്റ് ഹയർ ആൽക്കെയിൻ. അങ്ങനെ എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിലും, കണ്ടെയ്നിങ് 2, 3, 4, 5 അങ്ങനെ കാർബൺ ആറ്റംസ് എത്ര ഉള്ളതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പിന്നെ ഓരോ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്യുക ബൈ CH3 ഗ്രൂപ്പ്, ഓർ we can use a general formula, that is the general formula of alkanes is CnH2n+2. CnH2n+2, where n is the number of carbon atoms. ഇപ്പോൾ n-ന് 1 ഇട്ടാൽ we get methane, isn't it? CH4, the simplest member. n-ന് 2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C2H6, isn't it? അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. n-ന് 3 ഇട്ടാലോ? C3H8. n-ന് 4 ഇട്ടാൽ C4H10, isn't it? അപ്പോൾ എത്ര മെമ്പേഴ്സ്, ഹയർ മെമ്പേഴ്സ് യു ക്യാൻ ഡിറ്റർമിൻ യൂസിങ് ദ ജനറൽ ഫോർമുല CnH2n+2, വെർ n ഇസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹൈഡ്രജൻ വിത്ത് CH3 ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൽക്കെയിൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഹൈബ്രിഡൈസേഷൻ ഇൻ ആൽക്കെയിൻ ഇസ് sp3. ഇവിടെ ഡബിളോ ട്രിപ്പിൾ ബോണ്ട് ഒന്നും ഇല്ലല്ലോ, സിംഗിൾ ബോണ്ട് മാത്രം ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ്. ഓക്കെ, ഇനി എങ്ങനെ പേരിടാം? അതാണ് നമ്മളുടെ നോമൻക്ലേച്ചർ അല്ലേ? നമുക്ക് എന്തായാലും അവർ വിളിക്കാനൊരു പേര് ആവശ്യമാണല്ലോ. അപ്പം നമുക്ക് അറിയാം 2 സിസ്റ്റം ഉണ്ട്, കോമൺ സിസ്റ്റം ഉണ്ട്, IUPAC സിസ്റ്റം, IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറും ഉണ്ട്. രണ്ടും നമ്മൾ അവെയർ ആയിരിക്കണം. ഓക്കെ, IUPAC സിസ്റ്റത്തിലേക്ക് നോമൻക്ലേച്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായ കാര്യം എന്ന് വെച്ചാൽ വി ഹാവ് ടു ഹാവ് ഒരു വേർഡ് റൂട്ട് പ്ലസ് ANE. എന്താണ് ഈ വേർഡ് റൂട്ട്? അതായത് ഓരോ കാർബൺ ആറ്റം, 1 കാർബൺ ആണ്, 2 കാർബൺ ആണോ, 3 കാർബൺ ആണോ എന്നൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട് നമുക്കൊരു പേരുണ്ട്. ആ പേരിൻ്റെ കൂടെ, അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഓർ യു ആഡ് ANE ചെയ്താൽ we get the nomenclature or the name of the corresponding alkane. ഇപ്പോൾ വേർഡ് റൂട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. We have given here, if it is 1 number of carbon atoms against the prefix, എന്ത് പേരാണ് or what is the word root you have to use here. If it is 1 carbon atom, we use the word meth, METH. And if it is 2 carbon atom, ETH, ETH. 3 prop, PROP. 4 bute, 5 pent, 6 hex, 7 hept. അങ്ങനെ അതാണ് വേർഡ് റൂട്ട്. എത്ര കാർബൺ ആറ്റം അനുസരിച്ചിട്ടാണ് വേർഡ് റൂട്ട്. ഇനി വേർഡ് റൂട്ടിൻ്റെ കൂടെ യു ഹാവ് ടു ആഡ് ദിസ് പ്ലസ് ANE ഇൻ ഓർഡർ ടു ഗെറ്റ് ദ നെയിം ഓഫ് ദ കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ 1 ആണെങ്കിൽ നമുക്കറിയാം എന്താണ് വേർഡ് റൂട്ട്, ഇറ്റ് ഈസ് മെത്ത്, METH. അതിൻ്റെ കൂടെ യു ആഡ് ANE, സോ യു ഗെറ്റ് മീഥെയിൻ. 2 ആണെങ്കിൽ വാട്ട് ഈസ് ദ വേർഡ് റൂട്ട്, ETH.
add ANE, you get ethane. 3 carbon atom, prop. Add ANE, you get propane. So correspondingly, എളുപ്പമാണ് നമുക്ക് വേർഡ് റൂട്ട് ഒന്ന് അറിഞ്ഞിരുന്നാൽ അതിൻ്റെ കൂടെ ANE ചേർത്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോകാർബൺസ്, ബ്രാഞ്ചിങ് ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസിന് ഈ സിമ്പിൾ റൂൾ വെച്ചിട്ട് നമുക്ക് നെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കോമൺ നെയിംസ്, ചില കോമൺ നെയിംസ്, അതായത് ബ്രാഞ്ചിങ് ഒക്കെ വരുമ്പോൾ നമ്മൾ കോമൺ നെയിംസ്, കാരണം നമ്മളുടെ പല എക്സാംസിനൊക്കെ കോമൺ നെയിംസ് വെച്ച് ചോദിക്കും. അപ്പോൾ കോമൺ നെയിംസ് അവെയർ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഐസോ ബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ, ടേർഷറി ബ്യൂട്ടൈൽ, അങ്ങനെ നിയോ പെൻറ്റേൻ, അങ്ങനെയുള്ള ഒരു വാക്കുകളൊക്കെ വരുമ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതും നമ്മളൊന്ന് അവെയർ ആയിരിക്കണം. IUPAC നെയിം മാത്രമല്ല കോമൺ നെയിംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ബട്ട് ഇഫ് ദ കാർബൺ ആറ്റംസ് ആർ അറേഞ്ച് ലൈക്ക് ദിസ്, CH3 CH CH3, ഇങ്ങനെയാണെങ്കിൽ അറേഞ്ച്മെൻറ്റിന് കോമൺ സിസ്റ്റത്തിൽ പറയുന്ന പേര് ഇറ്റ്സ് 3 കാർബൺ ഉള്ള സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം വേർഡ് റൂട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു പ്രൊപ്പേ 3 കാർബൺ ആറ്റമുള്ള പിന്നെ ഹൈഡ്രോ കാർബൺ പ്രൊപ്പ് വെച്ചിട്ടാണ് നമ്മൾ വേർഡ് റൂട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് CH3 CH CH3 എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഐസോപ്രൊപ്പൈൽ. നമ്മൾ അതിനെ വിളിക്കുന്നത് ഐസോപ്രൊപ്പൈൽ എന്നാണ്. ഓക്കെ, സോ 3 കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ, 3 കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ കോമൺ നെയിം ഇസ്, ഇഫ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ പാറ്റേൺ, ഇറ്റ് ഈസ് നോൺ ആസ് ഐസോപ്രൊപ്പൈൽ. എന്നാൽ 4 കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സിലേക്ക് നമ്മൾ വരുമ്പോൾ, 4 കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കൂ, 1 2 3 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ആൻഡ് യു ഹാവ് ബ്രാഞ്ചിങ് ഹിയർ. ഈ കാർബൺ ആറ്റത്തിൽ ഒരു സബ്സ്റ്റിറ്റ്വൻറ്റ്, ബ്രാഞ്ചിങ് അല്ല സബ്സ്റ്റിറ്റ്വൻസ് പിന്നെ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വി കോൾ ഇറ്റ് ആസ് സെക്കൻഡറി ബ്യൂട്ടൈൽ, സെക്കൻഡറി പൊട്ടൈൽ. ഓക്കെ, ഇനി 4 കാർബൺ ആറ്റംസ് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് CH3 CH CH3 CH2, CH3 CH രണ്ടാമത്തെ പൊസിഷനിൽ യു ഹാവ് എ CH3 ദെൻ CH2. ഇത് നോക്കൂ, ഇതും യു ഹാവ് ടു കമ്പയർ ദിസ്. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഹിയർ അഡീഷണലി ഹിയർ യു ഹാവ് എ സബ്സ്റ്റിറ്റ്വൻറ്റ് CH2 കഴിഞ്ഞിട്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് 4 കാർബൺ ആറ്റം ആണെങ്കിൽ ഐസോ ബ്യൂട്ടൈൽ, 3 കാർബൺ ആറ്റംസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഐസോപ്രൊപ്പൈൽ. അപ്പോൾ ഐസോ എന്നുള്ള വാക്ക് എന്താണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഐസോ, വാട്ട് റിഫേഴ്സ് ടു ദ വേർഡ് ഐസോ. Now if you have 3 carbon atoms attached to the central carbon, 3 കാർബൺ ആറ്റം അതിൻ്റെ ചുറ്റിനും അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടേർഷറി ബ്യൂട്ടൈൽ, ടേർഷറി ബ്യൂട്ടൈൽ. ഇനി നമ്മൾക്ക് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊതുവേ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരുന്നത് ഒരു നിയോ പെൻറ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് യു ഷുഡ് ബി എവർ സെൻട്രൽ കാർബൺ ആറ്റം, അതിൻ്റെ ചുറ്റിനും കാർബൺ ആറ്റം, 4 സ്ഥലത്തും കാർബൺ ആറ്റംസ് ഉള്ള, ഇവിടെ ബാക്കി പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഈവൻ ദോ ഈ 4 പിന്നെ കാർബൺ സെൻട്രൽ കാർബൺ ആറ്റത്തിന് ചുറ്റിനും 4 സബ്സ്റ്റിറ്റ്വൻസ്, 4 CH3 ഗ്രൂപ്പ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിയോ പെൻറ്റൈൽ. അപ്പോൾ കോമൺ സിസ്റ്റത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഐസോപ്രൊപ്പൈൽ, ഐസോബ്യൂട്ടൈൽ, നിയോ പെൻറ്റൈൽ, ടേർഷറി എന്താ, സെക്കൻഡറി എന്താ. ടേർഷറി ഇൻ ദ സെൻസ് ദ കാർബൺ ആറ്റം ഇസ് അറ്റാച്ച് ടു 3 അതർ കാർബൺ ആറ്റംസ്. ഒരേ കാർബൺ ആറ്റം 3 കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ ടേർഷറി എന്ന് പറയാം. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ആറ്റം എത്ര ഐസോബ്യൂട്ടൈൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിന്നെ CH3 CH CH3 ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ ഐസോ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി ഐസോബ്യൂട്ടൈൽ ഓർ ഐസോ പെൻറ്റൈൽ, എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ആ അറേഞ്ച്മെൻറ്റ്, ആ സ്ട്രക്ചറൽ പാറ്റേൺ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ബ്രാഞ്ചിങ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വേർഡ് റൂട്ട് പ്ലസ് ANE, പക്ഷെ ബ്രാഞ്ചിങ് വരുമ്പം പൊസിഷൻസ് ആ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? നമുക്കറിയാം പിന്നെ IUPAC സിസ്റ്റത്തിൽ നമ്മളുടെ റൂൾസ് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ ലോങ്ങസ്റ്റ് പാരൻറ്റ് ചെയിൻ പിന്നെ ചൂസ് ചെയ്യണം. അതിൽ തന്നെ സബ്സ്റ്റിറ്റ്വൻസിന് ലോവസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. ആ റൂൾസൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്തിട്ട് നെയിം ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഇത് പിന്നെ ബ്രാഞ്ചിങ് ഉള്ളൊരു മോളിക്യൂളാണ്, കുറച്ച് അധികം കാർബൺ ആറ്റംസ് ഉള്ളതാണ്. നമ്പറിങ് ഓൾസോ ഐ ഹാവ് ഗിവൺ. സി
നമ്മൾ എങ്ങനെ നമ്പർ ചെയ്താലും ഇവിടെ നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഐ എം നോട്ട് നമ്പറിങ് ഫ്രം ഹിയർ CH3 CH2 ബിക്കോസ് ബ്രാഞ്ചിങ് കൂടുതൽ ഈ ഭാഗത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പിന്നെ പൊസിഷൻസ് യു ഹാവ് ടു ഗിവ് ഇറ്റ് ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നമ്പർ ചെയ്യാൻ. ഇപ്പോൾ ബെസ്റ്റ് നമ്മൾ ഇവിടുന്ന് പിന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നോക്കൂ 1 2 3 4 5 6 7 8. വേറെ ഒരു രീതിയിൽ നമ്പർ ചെയ്താലും യു വിൽ നോട്ട് ഗെറ്റ് ദ ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിനുള്ള ആകെ പോസിബിലിറ്റി ഇതാണ്. ഇനി എവിടെയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്? പൊസിഷൻ 3 യു ഹാവ് എ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഇസൻറ്റ് ഇറ്റ്. ഈത്തൈലാണ് കിടക്കുന്നത്. 3rd പൊസിഷനിൽ 2 ഈത്തൈൽ ഉണ്ട്. 4th പൊസിഷനിൽ മീത്തൈൽ ഉണ്ട്. 5th പൊസിഷനിൽ ഐസോപ്രൊപ്പൈൽ. നമ്മൾ പഠിച്ചിട്ടില്ലേ CH3 CH3 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസോപ്രൊപ്പൈൽ. അപ്പോൾ ആ വാക്കും അവിടെ സ്പെസിഫൈ ചെയ്യണം ഏത് ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈത്തൈൽ മീത്തൈൽ ഐസോപ്രോപ്പൈൽ 3 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. ആൻഡ് യു ഹാവ് ടു നമ്പർ അക്കോർഡിംഗ് ടു ഓർ യു ഹാവ് ടു നെയിം ഇറ്റ് അക്കോർഡിംഗ് ടു ദ ആൽഫബറ്റിക്കൽ ഓർഡർ. ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂവൻസിനെ പറയേണ്ടത്. സോ ആദ്യത്തെ 3ാമത്തെ പൊസിഷനിലുള്ള ഈത്തൈൽ തന്നെ വരും. ബട്ട് യു ഹാവ് 2 ഈത്തൈൽ ഗ്രൂപ്പ്. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് 3,3 ഡൈ ഈത്തൈൽ 3,3 ഡൈ ഈത്തൈൽ. പിന്നെ വരുന്നത് ആരാ? ഐസോപ്രൊപ്പൈൽ. അത് ഏത് പൊസിഷനിലാണ്? 5. സോ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ആഫ്റ്റർ ഒരു ന്യൂമറിക്കൽ എഴുതി കഴിഞ്ഞാൽ ഒരു ഹൈഫൺ ഉണ്ടായിരിക്കണം. സോ 5 ഐസോപ്രൊപ്പൈൽ. ദെൻ 4th പൊസിഷനിൽ മീത്തൈൽ ഉണ്ട്. സോ 4 മീത്തൈൽ. ആൻഡ് ദ പാരന്റ് ചെയിൻ എത്ര? 8 കാർബൺ ആറ്റമുള്ള പാരന്റ് ചെയിൻ ആണ്. സോ ഇറ്റ് ഈസ് ഒക്ടേൻ. അപ്പോൾ 3,3 ഡൈഇത്തൈൽ 5 ഐസോപ്രൊപ്പൈൽ 4 മീത്തൈൽ ഒക്ടേൻ ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഹിയർ ഓൾസോ നമ്മളുടെ പാരന്റ് ചെയിന് പിന്നെ ലോങ്ങസ്റ്റ് പാരന്റ് ചെയിന് 6 കാർബൺ ആറ്റംസ് ഉള്ളതാണ്. ഇസൻറ്റ് ഇറ്റ്? 6 കാർബൺ. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുന്ന 1 2 ഇവിടുന്ന് നമ്പർ ചെയ്താൽ മാത്രമേ 2nd പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3rd പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. അപ്പോൾ ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ യു ഹാവ് ടു നമ്പർ ഇറ്റ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നോക്കൂ, 2nd പൊസിഷൻ യു ഹാവ് എ മീത്തൈൽ ഗ്രൂപ്പ് ആൻഡ് ദ 4th പൊസിഷൻ യു ഹാവ് ആൻ ഈത്തൈൽ ഗ്രൂപ്പ്. അപ്പോൾ എങ്ങനെയാണ് ആൽഫബറ്റിക്കൽ ഓർഡർ? ഇഫ് യു ആർ ഗോയിങ് 4 ഈത്തൈൽ 2 മീത്തൈൽ ആൻഡ് യുവർ പാരന്റ് ചെയിൻ എന്ന് പറയുന്ന 6 കാർബൺ ആറ്റം ആണ്. സോ ഇറ്റ് ഈസ് ഹെക്സെയിൻ. 4 ഈത്തൈൽ 2 മീത്തൈൽ ഹെക്സെയിൻ. ഓക്കെ. ഇനി നമ്മൾ നമ്പർ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ നമ്പർ ചെയ്യണം. വി ഹാവ് CH3 CH C2H5 CH2 CH2 CH3. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുന്നതാണ് കാരണം രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ലോവസ്റ്റ് പ്രയോറിറ്റി കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ലോവസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കില്ല. സോ നമ്പറിങ് വിൽ ബി 1 2 3 4 5. ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെയായിരിക്കും നമ്പർ ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ നോക്കണം 5 മെമ്പേർഡ് കാർബൺ ആറ്റം ഉള്ള ഒരു പാരന്റ് ചെയിൻ ആണ്. ആൻഡ് യു ഹാവ് എ സബ്സ്റ്റിറ്റ്യൂവൻസ് അറ്റ് ദ 2nd പൊസിഷൻ. സോ വാട്ട് വിൽ ബി ദ നെയിം? രണ്ടാമത്തെ പൊസിഷനിൽ ഈത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 2 ഈത്തൈൽ 5 മെമ്പേർഡ് ആയതുകൊണ്ട് പെൻറ്റെയിൻ. 2 ഈത്തൈൽ പെൻറ്റെയിൻ. ഓക്കെ. നെക്സ്റ്റ് 4th എക്സാമ്പിൾ വന്നാലും നമ്മൾ എങ്ങനെ നമ്പർ ചെയ്യണം? ഇതേമാതിരി തന്നെ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കണം. കാരണം സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ലോവസ്റ്റ് പ്രയോറിറ്റി. സോ 1 2 3 4 5. അത് കൂടാതെ 3ൽ ഈത്തൈലും ഉണ്ട്, 2ൽ 2 മീത്തൈലും ഉണ്ട്. സോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പോവുകയാണെങ്കിൽ വി ഗെറ്റ് 3 ഈത്തൈൽ then 2,2 dimethyl 5 carbon ആയതുകൊണ്ട് pentane. സോ IUPAC സിസ്റ്റം പ്രകാരം നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ യു ഹാവ് ടു ചൂസ് ദ പാരന്റ് ചെയിൻ, ലോങ്ങസ്റ്റ് പാരന്റ് ചെയിൻ, ആൻഡ് യു ഹാവ് ടു ഗിവ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ഗോ ഫോർ ദ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. അപ്പോൾ ആ റൂൾ പ്രകാരം തന്നെ നമ്പർ ചെയ്യണം. ആൻഡ് ഇഫ് യു ഹാവ് മോർ ദാൻ 1 സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ദെൻ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂവൻസിനെ നെയിം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, നോമൻക്ലേച്ചർ കഴിഞ്ഞു, ഐസോമറിസം. എന്താണ് ഈ ഐസോമേഴ്സ്? ഈ വാക്ക് കെമിസ്ട്രിയിൽ വളരെ റെലവൻ്റ് ആയൊരു ടേമാണ് ഐസോമറിസം.
ഐസോമേഴ്സ് എന്ന് വെച്ചാൽ സെയിം മോളിക്കുലർ ഫോമുല, കോമ്പൗണ്ട്സ്, 2 കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് സെയിം മോളിക്കുലർ ഫോമുലയായിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആവാം. പല തരത്തിൽ ഐസോമറിസം ഉണ്ട്. എന്നാൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഐസോമറിസം. കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ C4H10 4 കാർബൺ ആറ്റം ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് ബ്യൂട്ടേൻ. ഇസ്ന്റ് ഇറ്റ്? ബ്യൂട്ടേൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? സ്ട്രെയിറ്റ് ആയിട്ട് 4 കാർബണിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ അതിൻ്റെ സ്ട്രക്ചറായി. അതാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. CH3 CH2 CH2 CH3. ഇസ്ന്റ് ഇറ്റ്? നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, CH3 CH2 CH2 CH3. അതായത് സ്ട്രെയിറ്റ് ചെയിൻ, ബ്രാഞ്ചിങ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാർബൺ ആറ്റത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബട്ട് നമുക്കതിനെ വേറെ ഒരു രീതിയിലും കൂടെ അറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്? 4 കാർബൺ ആറ്റം സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് പകരം 3 ആൾക്കാരെ സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു. 3 ആൾക്കാരെ സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് രണ്ടാമത്തെ ആളിൽ ഒരു സബ്സ്റ്റിറ്റ്വൻ്റ് ആയിട്ട് CH3യെ കൊടുത്തു. 3 carbon atoms we are arranged in a straight chain pattern, but one of the carbon atom is given as a substituent. അങ്ങനെയും അറേഞ്ച് ചെയ്യാമല്ലോ നമുക്ക്. സോ അതിനെ നമ്മൾ കണ്ടൻസ്ഡ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ ഫോം CH3 CH CH3 CH3. ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നാൽ ഐസോ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഐസോ. സോ ഇറ്റ് ഈസ് ഐസോബ്യൂട്ടേൻ. ഐസോബ്യൂട്ടേൻ അല്ലെങ്കിൽ നമ്മൾ IUPAC സിസ്റ്റം പ്രകാരം നെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? ഇറ്റ് ഈസ് 1. എങ്ങനെ നമ്പർ ചെയ്താലും കുഴപ്പമില്ല, ബിക്കോസ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്താലും റിവേഴ്സ് ആയാലും സബ്സ്റ്റിറ്റ്വൻറ്റ് വിൽ ഗെറ്റ് ദ പൊസിഷൻ 2. അപ്പോൾ ദാറ്റ് ഈസ് ഈ കേസിൽ അത് നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യമില്ല. സോ 2-methyl propane. അപ്പോൾ ഇവർ തമ്മിൽ ഐസോമേഴ്സ് ആണ്. ഇസ്ന്റ്? 4 കാർബൺ ഉണ്ട്, പിന്നെ 10 ഹൈഡ്രജൻ ഉണ്ട്, ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണെന്ന് മാത്രം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ്. 1 is 2-methyl propane ആൻഡ് അതർ ഇസ് ബ്യൂട്ടേൻ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരേ മോളിക്കുലർ ഫോമുല ബട്ട് ദേ ക്യാൻ ബി അറേഞ്ച് ഇൻ ഡിഫറെൻറ്റ് വേസ്. ദേ ആർ സെറ്റ് ടു ബി ഐസോമേഴ്സ്. ഇവർ രണ്ടുപേരും ഐസോമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി C5H12 5 കാർബൺ ആറ്റം. ഇതേമാതിരി നമുക്ക് ചെയ്യാം. 5 കാർബൺ ആറ്റത്തിനെ ആദ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പം യു ഗെറ്റ് എ പെൻറ്റേൻ. CH3 CH2 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 CH3. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് പെൻറ്റേൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? നമുക്ക് 4 കാർബൺ ആറ്റത്തിനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒന്നിനെ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്വൻറ്റ്, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു സബ്സ്റ്റിറ്റ്വൻ്റ് ആയിട്ട് കൊടുക്കാം. ഇസ്ന്റ് ഇറ്റ്? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2-methyl butane ആണ് കിട്ടുന്നത്. നമുക്ക് ഒരു സ്ട്രക്ചറും കൂടെ പോസിബിൾ ആണ്. എങ്ങനെയാണ്? 3 ആൾക്കാരെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് നടുക്കത്തെ കാർബൺ ആറ്റത്തിൽ 2 എണ്ണം സബ്സ്റ്റിറ്റ്വൻ്റ് ആയിട്ട് കൊടുക്കുക, 2 സബ്സ്റ്റിറ്റ്വൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന 2,2-dimethyl propane ആണ്. അപ്പം C5H12ൻ്റെ കേസിൽ നമുക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമേഴ്സ്, മോളിക്കുലർ ഫോമുല സെയിം ആണെങ്കിലും വ്യത്യസ്ത രീതികളിൽ അവർ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഐസോമറിസം എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഓപ്പൺ ചെയിൻ, പിന്നെ സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിട്ട്. ഇതൊക്കെ സ്ട്രെയിറ്റ് ആണ്, ഇത് രണ്ടും സ്ട്രെയിറ്റ് ആണ്, പക്ഷേ ഇവരൊക്കെ ബ്രാഞ്ച്ഡ് ആണ്. അങ്ങനെ ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഐസോമറിസം കാണിക്കുന്നത് കൊണ്ട് തന്നെ ദേ ആർ നോൺ ആസ് ചെയിൻ ഐസോമേഴ്സ്. അതിനെ പറയുന്നതാണ് ചെയിൻ ഐസോമേഴ്സ്. അപ്പോൾ ആൽക്കെയിൻസ് പൊതുവേ കാണിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമേഴ്സ്, അതിൽ തന്നെ അവരുടെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് കാർബൺ ചെയിൻസിൽ either സ്ട്രെയിറ്റ് ചെയിൻ ഓർ ബ്രാഞ്ച്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വി റിഫർ ടു ആസ് ചെയിൻ ഐസോമേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമ്മൾ പേരിടാൻ പഠിച്ചു, ഐസോമറിസം പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ ആൽക്കെയിനെ നമുക്ക്, അതായത് നമ്മൾ ആൽക്കെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പഠിച്ചത്? അവർക്ക് സിംഗിൾ ബോൺസ് ആണ്. ഇസ്ന്റ്? നമ്മൾ പഠിച്ച കാര്യം സിംഗിൾ ബോൺസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഡബിൾ ബോണ്ടിനെയോ ട്രിപ്പിൾ ബോണ്ടിനെയോ എടുത്തിട്ട് സിംഗിൾ ബോണ്ട് ആക്കാം. ഇസ്ന്റ് ഇറ്റ്? നമുക്കൊരു ഡബിൾ ബോണ്ടിന്, ഇപ്പം ഡബിൾ ബോണ്ട് ആണെന്ന് വെച്ചോ, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് നമ്മൾ എന്താ പേര് പറഞ്ഞിരിക്കുന്നത്? ആൽക്കീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? ആൽക്കീൻസിലെ എനിക്ക് സിംഗിൾ ബോണ്ട് ആക്കിയാലും ഐ വിൽ ഗെറ്റ് ആൽക്കെയിൻ. ഇസ്ന്റ് ഇറ്റ്? ശരിയല്ലേ?
എങ്ങനെ ആ ഡബിൾ ബോണ്ടിനെ നമുക്ക് സിംഗിൾ ബോണ്ട് ആക്കി കൺവേർട്ട് ചെയ്യാം? ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കണമെങ്കിൽ യു ജസ്റ്റ് ആഡ് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഹൈഡ്രോജിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് സിമ്പിൾ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി റിഫർ ടു ആസ് ഹൈഡ്രോജിനേഷൻ. പക്ഷേ അത് സിമ്പിളായിട്ട് വെറുതെ ഹൈഡ്രജൻ്റെ പ്രസൻസിൽ നടക്കില്ല. നമുക്ക് കാറ്റലിസ്റ്റ് ആവശ്യമാണ്. ലൈക്ക് പ്ലാറ്റിനം, പെലേഡിയം, നിക്കിൾ, അതൊക്കെയാണ് നമ്മൾ പൊതുവേ പ്രിഫർ ചെയ്യുന്ന കാറ്റലിസ്റ്റ്. എന്തിനാണ് കാറ്റലിസ്റ്റ്? ജസ്റ്റ് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മാത്രം സ്പീഡ് കൂട്ടാനാണ് കാറ്റലിസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ കാറ്റലിസ്റ്റ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ ഹൈഡ്രജൻ HH ബോണ്ട് എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. ഇസൻറ്റ് ഇറ്റ്? HH ബോണ്ട് സ്ട്രോങ് ബോണ്ട്സ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണമെങ്കിൽ ഈ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ? ബ്രേക്ക് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഹൈഡ്രജൻ പോയിട്ട് ഡബിൾ ബോണ്ടിലേക്ക് പോയി അറ്റാക്ക് ചെയ്യും? ഇല്ല, ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മളൊരു മെറ്റൽ ആഡ് ചെയ്യുമ്പം പ്ലാറ്റിനം, പെലേഡിയം അങ്ങനത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. സോ ഇഫ് ഐ എം ആഡിങ് ആ മെറ്റൽ, എന്താണ് ഈ മെറ്റൽ? ഈ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആ സ്ട്രോങ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മെറ്റൽ ഹൈഡ്രജനുമായിട്ട് ഒരു വീക്ക് ബോണ്ട് ഫോം ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? മെറ്റൽ ഫോംസ് എ വീക്ക് ബോണ്ട് വിത്ത് ഹൈഡ്രജൻ. ഈ ബോണ്ട് ഒരു വീക്ക് ബോണ്ട് ആയിരിക്കും. അപ്പോൾ വീക്ക് ആയതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ഹൈഡ്രജൻ ബോണ്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ഹൈഡ്രജൻ വീതം ഇവിടെ പോയി കാർബൺ ഡബിൾ ബോണ്ടിന് അക്രോസ് ആഡ് ചെയ്യും. അപ്പോൾ HH bond is disrupted or broken in presence of a metal, and metal forms a weak bond with hydrogen. Thereby hydrogen adds to the carbon double bondലേക്ക് ആഡ് ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് അതിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഓരോ ഹൈഡ്രജൻ വീതം ഈ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആവും. ആൻഡ് യു ഓൾസോ ഹാവ് എ ഹൈഡ്രജൻ. അതായത് ഇറ്റ് ബിക്കംസ് കൺവേർട്ടഡ് ടു CH3 ഓർ ഈഥേൻ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് CH3, CH ഡബിൾ ബോണ്ട് CH2 ഹൈഡ്രജൻ വരുമ്പോൾ ഇവിടെയും ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യും, ഇവിടെയും ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യും. ആൻഡ് ദ കാറ്റലിസ്റ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് പ്ലാറ്റിനം, പെലേഡിയം ഓർ നിക്കിൾ. യു ഗെറ്റ് ദ കറസ്പോണ്ടിങ് ആൽക്കെയിൻസ്. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലാറ്റിനോ പെലേഡിയോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടത്താം. പക്ഷേ നിക്കിളിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് റിഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. എന്താണ് ഈ ആൽക്കൈൽ ഹാലൈഡ്? ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിംപ്ലസ്റ്റ് ആൽക്കെയിൻ നമ്മൾ പഠിച്ചു, മീത്തേൻ ആണ്. ഇസ്ന്റ് ഇറ്റ്? CH4 മീത്തേൻ ആണെന്ന് പഠിച്ചു. അതിലൊരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇഫ് ഐ റീപ്ലേസ് ഇറ്റ് വിത്ത് ഹാലോജൻ ആരാ? നമ്മളുടെ പീരിയോഡിക് ടേബിൾ ഹാലോജൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇവരൊക്കെയാണ് നമ്മളുടെ ഹാലോജൻസ് പീരിയോഡിക് ടേബിളിൽ. ഇതിൽ ആരെയും പിന്നെ യു ക്യാൻ ടേക്ക് ക്ലോറിൻ, ബ്രോമിൻ ഓർ അയോഡിൻ. ഫ്ലൂറിനെ തൽക്കാലം അവിടെ മാറ്റി വെച്ചേക്കൂ, അതിനൊരു റീസൺ ഉണ്ട്, അത് പറയാം. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അതിന് പകരം ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് ക്ലോറിൻ കിട്ടുന്നതാണ് ആൽക്കൈൽ ഹാലൈഡ്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസും അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസൊക്കെ നമ്മളുടെ പ്ലസ് 2 അല്ലെങ്കിൽ ക്ലാസ് 12 കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കുക, ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കെയിൻ തന്നെ എടുക്കുക, അതിലൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മളൊരു ഹാലോജനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഇനി അവരെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ വെച്ച് മുന്നത്തെ ഇതിലും നമ്മൾ ഹൈഡ്രജൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന ഹൈഡ്രോജിനേഷൻ എന്നുള്ള വാക്കാണ് നമ്മൾ ഇവിടെ അവിടെ യൂസ് ചെയ്തത്. ഇസന്റ് ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ആൻഡ് H+ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആസിഡ് മീഡിയം ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഡൈല്യൂട്ട് HCl ആണ്. സിങ്കും ഡൈല്യൂട്ട് HCl. എന്താണ് സിങ്കും ഡൈല്യൂട്ട് HCl? സിങ്കും ഡൈല്യൂട്ട് HCl കൂടെ ട്രീറ്റ് ചെയ്താൽ, ദാറ്റ് ഈസ് എ മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഒരു അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത, ഡൈല്യൂട്ട് മീൻസ് അത്ര ഒരു സ്ട്രോങ് അല്ലാത്തൊരു ആസിഡും വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ it generates a highly reactive ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ highly reactive, and that hydrogen is known as nascent hydrogen in the sense it's a highly reactive ആയിട്ടുള്ള ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യും. ആ ഹൈഡ്രജൻ ആണ് വാട്ട് ഹാപ്പൻസ്, ഈ ഹൈഡ്രജൻ വന്നിട്ട് ഇറ്റ് ഇസ് നോട്ട് ഡബിൾ ബോണ്ട് ഒന്നുമല്ല, പക്ഷേ ഇവിടെ ക്ലോറിൻ പോയിട്ട്
അതിന് പകരം ഹൈഡ്രജൻ അവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓർ ഇറ്റ്സ് ദ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് റിഡക്ഷൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ യൂസിങ് ഡൈല്യൂട്ട് HCl ആൻഡ് സിങ്ക്. ഈ സിങ്കും ഡൈല്യൂട്ട് HClഉം ഇറ്റ് ജനറേറ്റ്സ് എ നേസൻറ്റ് ഹൈഡ്രജൻ. നേസൻറ്റ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ. ആൻഡ് ദാറ്റ് ഹൈഡ്രജൻ ആണ് ഇവിടെ പോയി അറ്റാക്ക് ചെയ്തിട്ട് CH3Cl ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു മീത്തേൻ. നമുക്കല്ലാതെയും പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ലൈക്ക് ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. But in this reaction, it's a nascent hydrogen which is reaction initiate ചെയ്യുന്ന ആൾ. അത് സിമിലർലി C2H5Cl, ഇതേ സിങ്ക് ഇൻ ഡൈല്യൂട്ട് HCl, C2H6 കറസ്പോണ്ടിംഗ്ലി. മാറ്റം എന്താണെന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയാക്ഷൻ സൈറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്ത് ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. അതേഴ്സ് റെസ്റ്റ് വിൽ ബി ദ സെയിം, വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ C2H5Cl ആണ് എടുക്കുന്നതെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഇറ്റ് കൺവേർട്ട്സ് ടു C2H6. സിമിലർലി CH3CH2CH2Cl ആണെങ്കിൽ ഇറ്റ് CH3CH2CH3. ഒരു ക്ലോറിൻ പോയി H വരുന്നു. പക്ഷേ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഫ്ലൂറിനെ മാറ്റി വെക്കാൻ. എന്തുകൊണ്ടാണ് ഫ്ലൂറിനെ മാറ്റി വെക്കാൻ പറയുന്നത്? കാരണം കാർബൺ പിന്നെ നമുക്കിപ്പം CH3Clന് പകരം CH3F ആണെങ്കിൽ നമുക്ക് എന്തായാലും ആ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഹൈഡ്രജൻ വന്നിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ, വി വിൽ ഗെറ്റ് ദ ആൽക്കൈൻ കിട്ടുള്ളൂ. പക്ഷെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വളരെ പാടാണ്. ബിക്കോസ് കാർബൺ ഫ്ലൂറിൻ ബോണ്ട് ഒരു സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാനും ഡിഫിക്കൾട്ട് ആയതുകൊണ്ട് വി ഡു നോട്ട് പ്രിഫർ ഈ എന്താണ് ആൽക്കൈൽ ഫ്ലൂറൈഡ്സിനെ നമ്മൾ പൊതുവേ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ അത് മനസ്സിൽ വെക്കണം. യു ക്യാൻ യൂസ് ക്ലോറിൻ, ബ്രോമിൻ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഫ്ലൂറിൻ വരുമ്പോൾ ബോണ്ട് ബ്രേക്കേജ് ഇസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, ഇനി ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ബോർഡ് എക്സാമിനും പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ പിന്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരു റിയാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് നോൺ ആസ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ എന്താണ്? വുഡ്സ് റിയാക്ഷൻ അപ്പോൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ ആൽക്കൈൽ ഹാലൈഡ്സിനെ തന്നെ എടുക്കാം. നമുക്ക് ആൽക്കൈൽ എന്താണ്? മീത്തേനിൽ ഒരു ഹൈഡ്രജനെ, മീത്തേനോ ഈത്തേനോ ഏത് ആൽക്കൈനിലോ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹാലോജൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൾക്കാരെ എടുത്തതിന് ശേഷം ആൽക്കൈൽ ഹാലൈഡ്സിനെ എടുത്ത് യു ട്രീറ്റ് ഇറ്റ് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈത്തർ. സോഡിയം ഇൻ ഡ്രൈ ഈത്തർ മേലെ എഴുതിയിട്ടുണ്ട് ഡ്രൈ എത്തീരിയൽ സൊല്യൂഷൻ. ഏതൊരു സൊല്യൂഷൻ ഈതറിൽ എടുക്കുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് എത്തീരിയൽ സൊല്യൂഷൻ. അതുകൂടാതെ ഇറ്റ് മസ്റ്റ് ബി എക്സ്ട്രീംലി ഡ്രൈ, ഫ്രീ ഫ്രം മോയ്സ്ചർ ആയിരിക്കണം. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇഫ് ഐ ടേക്ക് 2 CH3Br മോളിക്യൂൾസ്, അതായത് ആൽക്കൈൽ ഹാലൈഡ് ഞാൻ 2 മോളിക്യൂൾസ് എടുത്തു. ആൻഡ് ഇഫ് ഐ എം ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈത്തർ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ CH3 ഒഴികെ സോഡിയവും ബ്രോമിനും കൂടെ റിയാക്ട് ചെയ്ത് NaBr ആയിട്ട് പോകും. സോഡിയം ആൻഡ് ബ്രോമിൻ റിയാക്ട് ടുഗെദർ ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ടു NaBr. ഇനി 2 CH3 ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? അവിടെ 2 ബാക്കി CH3 അവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യും. 2 CH3 they combine together to form the next higher alkane. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാർബൺ ആറ്റം ഉള്ള ആൽക്കൈനിൽ വെച്ചിട്ട് തുടങ്ങിയിട്ട് പ്രോഡക്റ്റിൽ നോക്കൂ, യു ഹാവ് 2 കാർബൺ ആറ്റംസ്. അപ്പോൾ ഈ മെത്തേഡ് എന്താണ് നമുക്ക് എങ്ങനെ നമുക്കതിനെ പിന്നെ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക? ഹയർ ആൽക്കൈൻ, നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഡബിൾ ദ നമ്പർ ഓഫ് ആൽക്കൈൻസ് ആയിരിക്കും കിട്ടുക. ഓർ വി ക്യാൻ ടെൽ ദാറ്റ് വുഡ്സ് റിയാക്ഷൻ ഇസ് യൂസ് ഫോർ preparation of alkanes containing even number of carbon atoms. Even number of carbon atoms ഉള്ള alkanes prepare ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ്, കാരണം പിന്നെ ഹയർ എത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ ഡബിൾ ആയിരിക്കും, അതായത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സിമിലർലി ഇവിടെ നോക്കൂ, C2H5Br plus 2Na Br C2H5 in dry ether. ഇത് തന്നെയാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ ഓൾസോ NaBr ആദ്യം പോകും, റെസ്റ്റ് 2 C2H5 ഉണ്ട്, ഇറ്റ്സ് ആഡ് അപ്പ് ടു ഫോം എത്ര കാർബൺ ആറ്റംസ് ആണ് നമുക്ക് കിട്ടിയ? 4 കാർബൺ ആറ്റം. നമ്മൾ തുടങ്ങിയപ്പോൾ 2 കാർബൺ ആറ്റം ഉള്ള സിസ്റ്റത്തിലായിരുന്നു തുടങ്ങിയത്. ബട്ട് പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ 4 കാർബൺ ആറ്റംസായി കൺവേർട്ടഡ് ആയി. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാം ഒരേ ടൈപ്പ് ഓഫ്, അതായത് ആഡ് ചെയ്യുന്നത് രണ്ടും ഒരേ പിന്നെ സിമിലർ ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്, ഇസ്ന്റ് ഇറ്റ്? CH3Br CH3Br, C2H5Br C2H5Br അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇനി നമ്മളൊന്ന് മാറ്റി പിടിച്ചു നോക്കിയാൽ, അതായത് ഒരു CH3Br ഒരു C2H5Br,
അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? അതായത് CH3Br പ്ലസ് 2Na പ്ലസ് C2H5Br. ഇങ്ങനെയാണെങ്കിൽ സോഡിയം ഇൻ ഡ്രൈ ഈത്തർ. ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇവിടെ മിക്സ്ചർ ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും നമ്മളുടെ ആൻസർ. മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ്. ബിക്കോസ് ഒരു CH3Brന് മറ്റൊരു CH3Brുമായിട്ട് റിയാക്ട് ചെയ്യും. C2H5Br തന്നെ C2H5Br ആയിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ ഇവർ തമ്മിൽ, അതായത് ഇൻഡിവിജ്വലി അവർ കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ആൻഡ് ഓൾസോ രണ്ടുപേരും തമ്മിലും കമ്പൈൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഇഫ് CH3 ആൻഡ് C2H5 നമ്മൾ പറഞ്ഞ പ്രകാരം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ Brഉം കൂടെ പോയിട്ട് CH3 C2H5 കിട്ടും. isn't it? C2H5 കിട്ടും. ബട്ട് CH3 ക്യാൻ അത് മാത്രമായിട്ടും റിയാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ വാട്ട് വി ഗെറ്റ് CH3. ഇനി C2H5 മാത്രം കമ്പൈൻ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വിൽ ബി C2H5 C2H5. isn't it? അപ്പോൾ ഹിയർ you are getting a mixture of products. നമ്മൾ പറഞ്ഞ മാതിരി ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കില്ല. ബിക്കോസ് പോസിബിലിറ്റി കമ്പൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലായതുകൊണ്ട് വി ഗെറ്റ് എ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡബിൾ ദ നമ്പർ ഓഫ് ആൽക്കെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വി യൂഷ്വലി പ്രിഫർ വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ വന്നൊരു ക്വസ്റ്റ്യൻ നീറ്റിന് റീസെൻ്റ് ആയിട്ട് വന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കെയിൻസ് കനോട്ട് ബി മെയ്ഡ് ഇൻ ഗുഡ് ഈൽഡ്. ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗുഡ് ഈൽഡ്. ഗുഡ് ഈൽഡ് എന്ന് പറയുമ്പോൾ റിയാക്റ്റൻ്റ് കംപ്ലീറ്റ്ലി പ്രോഡക്റ്റായി മാറുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നമുക്ക് ബൈ പ്രോഡക്ട്സും സൈഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ട നല്ല ഒരു ഗുഡ് ഈൽഡ് കിട്ടുന്നത് എപ്പോഴും ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളത്. ബാക്കി ഉണ്ടാവും, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബാക്കി ഉണ്ടാവും. ഓക്കെ, 100% കൺവേർഷൻ നടക്കണം എന്നില്ല. അപ്പോൾ ഗുഡ് ഈൽഡ് ഇല്ലാത്തത് ആരായിരിക്കും? ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അല്ലാത്തത് ആയിരിക്കണം ഗുഡ് ഈൽഡ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 കാർബൺ ആറ്റം ഉള്ള ഹൈഡ്രോ കാർബണാണ്. അപ്പോൾ അതൊരു ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം അല്ല. വുഡ്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഈവൺ ദോ ഞാൻ വീണ്ടും പറയുകയാണ്, എപ്പോഴും യു ഷുഡ് എക്സ്പെക്ട് സം സൈഡ് പ്രോഡക്ട്സ് ഓൾസോ. അപ്പോൾ ഗുഡ് ഈൽഡ് അല്ലാത്തത് വിൽ ബി ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് കണ്ടെയ്ൻ ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. നെക്സ്റ്റ്, the alkane that gives only one monochloro product on chlorination with chlorine in presence of diffused sunlight. അതായത് ക്ലോറിൻ വെച്ച് ട്രീറ്റ് ചെയ്താൽ ഇതിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഹൈഡ്രോ കാർബൺ ആണ് നിങ്ങൾക്ക് ഒരൊറ്റ പ്രോഡക്റ്റ് തരുന്നത് എന്നാണ് ചോദ്യം. ഒരൊറ്റ പ്രോഡക്റ്റേ തരുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഹൈഡ്രോ കാർബൺ, നമ്മൾ എടുത്തിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഒരു സിമെട്രിക് ആയിരിക്കണം. അല്ല, ഏകദേശം എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എവിടെ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താ, ദിസ് ഇസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇസ്ന്റ് ഇറ്റ്? ഒരു ക്ലോറിൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറിൻ ഉള്ള ഒരു പ്രോഡക്റ്റാണ് കിട്ടുന്നത്. അവിടുന്ന് ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ക്ലോറിൻ വരുന്നു. പക്ഷെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഒരൊറ്റ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കണം. നമ്മൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രക്ചറിൻ്റെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾക്ക് ഇയാളെ ഒന്ന് എടുത്ത് നോക്കാം. നിയോപെൻറ്റേൻ. വാട്ട് വാസ് ദ സ്ട്രക്ചർ? നിയോപെൻറ്റേൻ എന്ന് പറഞ്ഞാൽ CH3 CH3 ഇതാണ് നമ്മളുടെ നിയോപെൻറ്റേൻ എന്ന് പറയുന്ന ആൾ. ഇത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ എവിടെ കൊണ്ടുപോയി ക്ലോറിൻ ഇട്ടാലും, ഇപ്പം ക്ലോറിനേഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലോറിൻ വരാം, ഇവിടെ ക്ലോറിൻ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. എവിടെ വന്നാലും പ്രോഡക്റ്റ് എന്താണ്? ഇപ്പോൾ ഇഫ് ഐ എം പുട്ടിങ് ഇറ്റ് ഹിയർ CH2Cl, then CH3. If this substitution is here or this is here or this is here, doesn't matter, product is the same, isn't it? അപ്പോൾ ഇങ്ങനെ ഒരു മോണോക്ലോറിനേറ്റഡ് പ്രോഡക്റ്റ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വി ഹാവ് ടു ഗോ ഫോർ ദ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉള്ളത് ഏതായിരിക്കും? ബേസിക്കലി അത് നിയോപെൻറ്റേൻ ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് നിയോപെൻറ്റേൻ. ഓക്കെ, ഇനി നമുക്ക് വുഡ്സ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോ കാർബൺ എ റിയാക്ട്സ് വിത്ത് ബ്രോമിൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെയും ആദ്യം ഒരു ഹാലോജൻ കൊണ്ടുവരുന്നുണ്ട്.
to form an alkyl bromide which by Wood's reaction is converted to gaseous hydrocarbon containing less than 4 carbon atoms. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ ആണ്. നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്? വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ ചെയ്തപ്പോൾ 4 കാർബൺ ആറ്റത്തിനേക്കാളും കുറവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്? വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുമ്പോൾ 4നേക്കാളും കുറവുള്ള ഒരു ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ 2ആണ്. ഇസ്ന്റ് ഇറ്റ്? 2ആണ്. അപ്പോൾ 2 കാർബൺ ആറ്റം ഉള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ആ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ തിരിച്ചാലോചിക്കണം നമ്മൾ. വുഡ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 കാർബൺ ആറ്റം ഉള്ള പ്രോഡക്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ വുഡ്സിൻ്റെ തുടക്കത്തിൽ ഇറ്റ് വിൽ ബി എ സിംഗിൾ കാർബൺ ആറ്റം. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കെയിൻ ആയിരിക്കണം സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, ആൻഡ് ദാറ്റ് ഷുഡ് ബി എ മീഥെയിൻ. ഇസ്ന്റ് ഇറ്റ്? CH4 ആയിരിക്കണം. CH4നെ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു റിയാക്ട്സ് വിത്ത് ബ്രോമിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? Br2 വെച്ച് ട്രീറ്റ് ചെയ്താൽ CHBr. ഇതാണ് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ഹൈഡ്രജൻ മാറി പകരം ബ്രോമിൻ വന്നു. ഇതിന് നമ്മൾ ഇനി വുഡ്സ് റിയാക്ഷൻ അത് നമ്മൾ പഠിച്ച കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? CH3Br പ്ലസ് 2Na, വീണ്ടും ഇതേ ഒരു മോളിക്യൂൾ BrCH3 ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ ഡ്രൈ ഈത്തർ മറന്നു പോയിരുന്നു. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് രണ്ടുപേരും കൂടെ പോയി 2NaBr. Rest the 2CH3 will join together to form CH3CH3. അപ്പോൾ ഇതാ നോക്കൂ, 2 കാർബൺ ആറ്റം ഉള്ള ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ലെസ് ദാൻ 4 കാർബൺ ആറ്റംസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് വിൽ ബി CH3CH3. അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മൾ ബാക്കിൽ നിന്ന് ആൻസറിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ പ്രോഡക്റ്റിൽ നിന്നൊരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വുഡ്സ് റിയാക്ഷനെ പറ്റി ഒരു നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. വുഡ്സ് റിയാക്ഷൻ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ പ്രോഡക്റ്റിൽ 2 കാർബൺ ആറ്റം ആയിരുന്നെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ 1 കാർബണേ ഉണ്ടാവുള്ളൂ. അതല്ല പ്രോഡക്റ്റിൽ 4 ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ 2 കാർബൺ ആറ്റം ഉള്ളൂ. ആ രീതിയിൽ വേണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു അപ്രോച്ച്. കഴിഞ്ഞിട്ടില്ല പ്രിപ്പറേഷനിൽ. ഇനി നമുക്ക് മെത്തേഡ് ഒന്ന് ഡീകാർബോക്സിലേഷൻ. ആ വാക്കിൽ നിന്ന് നമുക്കറിയാം കാർബോക്സിലേഷനും ഉണ്ട് ഡീകാർബോക്സിലേഷനും ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി കോൾ കാർബോക്സിലേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫോട്ടോസിന്തസിസ്, വാട്ടറും കാർബൺ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് റിക്വയർഡ് പ്രോഡക്ട്സ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് അഡിഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. എന്നാൽ കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്ത് കളയുന്ന റിയാക്ഷനും ഉണ്ട്, റിമൂവ് ചെയ്യുന്ന. ആൻഡ് ദാറ്റ് റിയാക്ഷൻ തന്നെയാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്, റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ അതിന് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് ഇസ് NaOH ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്. ഇതിനെ പറയുന്ന പേരാണ് സോഡ ലൈം. സോ ഈ ആരോൻ്റെ മേലെ NaOHും CaO ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് കണ്ടാൽ നമ്മളത് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഡീകാർബോക്സിലേഷൻ. കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. പിന്നെ ഇനി ആരിൽ നിന്നാണ് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്? ഇറ്റ് ഈസ് ഒരു ആസിഡാണ്. ദാറ്റ് ഇസ് CH3COONA എന്ന് പറഞ്ഞാൽ ആസിഡ് നമുക്കറിയാം ജനറൽ ഫോർമുല RCOOH ആണ്. ഇവിടെ ആറിന് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് വിത്ത് CH3 ഗ്രൂപ്പ് COO. ആൻഡ് എച്ചിന് പകരം ഐ എം ടേക്കിംഗ് ദ സോഡിയം സോൾട്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് സോഡിയം സോൾട്ട് എടുക്കുക. അപ്പോൾ ഫോർമുല എന്തായി മാറും? CH3COONA. സോഡിയം കറസ്പോണ്ടിങ് സോഡിയം സോൾട്ട് എടുത്തു കഴിഞ്ഞു. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ എം ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് NaOHും കാൽഷ്യം ഓക്സൈഡും. ഹീറ്റ് കൊടുക്കണം, ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ്. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഈ താഴത്തെ സ്ലൈഡ് കണ്ടാൽ മനസ്സിലാവാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? CH3ക്ക് പകരം ഇവിടെ 6 ആണ് ഇട്ടിരിക്കുന്നത്. COONA പ്ലസ് NaOH ഇൻ പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്. ഇവിടെ ഇത്രയും ഭാഗം COONA NaO ദാറ്റ് ഈസ് ഗെറ്റിംഗ് എലിമിനേറ്റഡ് ആസ് Na2CO3 ആയിട്ട് പോകുന്നു. ബാക്കി എന്താണുള്ളത്? ഈ ആറും എച്ചും ആണ്. അവർ കമ്പൈൻ ചെയ്തിട്ട് ആൽക്കെയിനായിട്ട് മാറും. അപ്പം അത്രയും ആൾക്കാരങ്ങ് പോവാണ്. ബാക്കിയുള്ളവർ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ആൽക്കെയിൻ കിട്ടുന്നത്. സോ ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഡീകാർബോക്സിലേഷൻ. ആൻഡ് ദ റിയേജൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഡ ലൈം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് NaOH ആൻഡ് കാൽഷ്യം ഓക്സൈഡ്. ഇനി ഇതേ മെത്തേഡ് തന്നെ
ഒന്ന് ഇലക്ട്രോളിസിസ് വഴി നമുക്ക് ചെയ്യാം. ഇലക്ട്രോളിസിസ് എന്താണ്? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡികമ്പോസിഷൻ ഓഫ് എ സബ്സ്റ്റൻസ് കോസ്ഡ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അതിൻ്റെ കോമ്പോണൻസിനെ ഡികമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഈ ഇലക്ട്രോളിസിസിൽ നമുക്കറിയാം, നമുക്ക് സാധാരണ റിയാക്ഷൻ മാതിരിയല്ല, അതിനൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു പിന്നെ പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. അവരെ നമ്മൾ കണക്ട് ചെയ്യണം. ഇസ്ന്റ് ഇറ്റ്? പ്രോഡക്റ്റ് നമുക്ക് ഏതെങ്കിലും പിന്നെ വി ഹാവ് കാഥോഡ്, ആനോഡ് ഉണ്ട്. അങ്ങനെ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യണം. അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും വേണ്ടത് ഒരു കാഥോഡും വേണം, ഒരു ആനോഡും വേണം. അപ്പോൾ ഈ ഇലക്ട്രോളിസിസ് വഴി ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് വി കോൾ ഇറ്റ് ആസ് കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ എടുത്ത ആളെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതിൻ്റെ ഇലക്ട്രിസിറ്റി നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടത്തുകയാണെങ്കിൽ ആനോഡിലും കാഥോഡിലും ഉള്ള റിയാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ബട്ട് ജസ്റ്റ് ബിക്കം അവെയർ ദാറ്റ് നമുക്ക് റിക്വയർഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആൽക്കെയിൻ നമുക്ക് കിട്ടുന്നത് ആനോഡിലാണ്. റിക്വയർഡ് പ്രോഡക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദി ആനോഡ്. അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആർ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? യു ഹാവ് ഓൺലി ജസ്റ്റ് 1 ആർ ഗ്രൂപ്പ്. ബട്ട് പ്രോഡക്റ്റിലെത്തുമ്പോൾ ഡബിൾ ദ നമ്പർ ഓർ ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഈവൺ നമ്പർ, അതാണ് ഈ റിയാക്ഷൻ്റെയും പ്രത്യേകത. ആനോഡിലാണ് പ്രോഡക്റ്റ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അറ്റ് ദി ആനോഡ്. ഓക്കെ, അതാണ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. കാഥോഡിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവോൾവ് ചെയ്യുന്നത്. കാഥോഡിൽ കിട്ടുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് സോഡിയം അസറ്റേറ്റിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് ഐ എം ഇലക്ട്രോലൈസിങ്, വാട്ട് ഹാപ്പൻസ്? യു ജസ്റ്റ് നീഡ് ടു ഡബിൾ ദ നമ്പർ ഓഫ്, ഇവിടെയുള്ള ഈ CH3 ഗ്രൂപ്പ് എത്രയാണോ അതിൻ്റെ ഡബിൾ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. CH3 ബാക്കിയുള്ളതാണ് നമ്മളുടെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതും നമ്മളെ ഊട്ട്സ് റിയാക്ഷനും കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡും യു ക്യാൻ പ്രിപ്പയർ ഹയർ ആൽക്കീൻസ് ഓർ ഈവൺ നമ്പർ ഓഫ് ആൽക്കീൻസ്. വൺ ഇസ് പ്യോർലി ആൻ ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്, മറ്റേത് ഒരു ജനറൽ പിന്നെ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് പ്രിപ്പറേഷൻ മെത്തേഡ്. പക്ഷേ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ടാണ് മീത്തേന് കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്? മീത്തേൻ പറ്റില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പഠിച്ചു, കോബ്സ് മെത്തേഡ് എന്താണ്? ഇറ്റ്സ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മീത്തേൻ്റെ കേസിൽ നമുക്ക് എത്ര ഒരൊറ്റ കാർബൺ ആറ്റമേ ഉള്ളൂ മീത്തേന്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കതിനെ ബ്രേക്ക് ചെയ്ത് മുറിച്ച് ഇലക്ട്രോളിസിസ് ചെയ്യാൻ പറ്റില്ല. സോ മീത്തേൻ കനോട്ട് ബി പ്രിപ്പയർഡ് യൂസിങ് ദിസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഈത്തേനും ഹയർ മെമ്പേഴ്സും, അതായത് മിനിമം 2 കാർബൺ ആറ്റം ഉള്ള ഹൈഡ്രോ കാർബണോ അതിൻ്റെ ഹയർ മെമ്പേഴ്സും മാത്രമേ കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞു. പ്രിപ്പറേഷനിൽ ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു എന്ന് ഓർക്കണം. ഹൈഡ്രജനേഷൻ, പിന്നെ നമ്മൾ റിഡക്ഷൻ പഠിച്ചു, വുഡ്സ് റിയാക്ഷൻ പഠിച്ചു, ഡീകാർബോക്സിലേഷൻ ആൻഡ് കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. അപ്പോൾ 5 മെത്തേഡ്സ് ഉണ്ട്. അതിൽ വുഡ്സ് റിയാക്ഷൻ, കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിന് നമ്മൾ കുറച്ച് എക്സ്ട്രാ എന്താണ് അതിൻ്റെ പെക്യുലാരിറ്റി, അല്ലെങ്കിൽ ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഫോം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവെയർ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ജനറലി പ്രോപ്പർട്ടീസ് ഏതൊരു കോമ്പൗണ്ടിന് 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആസ് വെൽ ആസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫിസിക്കലിലേക്ക് വരുമ്പോൾ എന്താണ് ഫിസിക്കൽ എന്ന് പറയുന്നത്? നമുക്ക് കണ്ണോട് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്തോ ടേസ്റ്റ് ചെയ്തോ ടച്ച് ചെയ്തോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതായിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്. ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുക. ആൽക്കെയിൻസ് എന്ന് പറയാൻ നമുക്കറിയാം അവിടെ പോളാറായിട്ടുള്ള ഒരു മോളിക്യൂളില്ല, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മളുടെ ആൽക്കെയിൻസ്. ഓക്കെ, അപ്പോൾ അവർ നോൺ പോളാർ, എപ്പോഴാണ് ഒരു മോളിക്യൂൾ പോളാർ ആവുന്ന ഒരു ചാർജ് സെപ്പറേഷൻ വരുമ്പോഴാണ് ആ മോളിക്യൂൾ പോളാർ ആവുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് അങ്ങനത്തെ യാതൊന്നുമില്ല, ആൻഡ് നോൺ പോളാർ ആണ്. അപ്പോൾ അവരിൽ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സസ് ആണ്. വളരെ വീക്ക് ആയിട്ടുള്ള നേച്ചുറൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ് വാണ്ടർവാൾസ് ഫോഴ്സ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ പറയുമ്പോൾ എന്താണ് അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണോ പാടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വി ഷുഡ് ബി അവെയർ. അപ്പോൾ ആദ്യം നമുക്ക്
ബോയിലിംഗ് പോയിന്റ് എന്ന് തുടങ്ങാം. ബോയിലിംഗ് പോയിന്റ് ആൽക്കെയിൻസിൻ്റെ കേസിൽ ഇവിടെ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. ഇതൊരു സ്ട്രേറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്, അത് ബ്രാഞ്ചിങ് ഒന്നുമില്ല. ഹെക്സേൻ, 6 കാർബൺ ആയിട്ടുള്ള ഹെക്സേൻ. ഇതിനെ ഒന്ന് ബ്രാഞ്ച് ചെയ്ത് എഴുതി. ഇവിടെ വരുമ്പോഴും പിന്നെ എന്താണ് ബ്രാഞ്ചിങ് ഉള്ള പിന്നെ കോമ്പൗണ്ടാണ്. ഇവിടെ വരുമ്പോൾ ബ്രാഞ്ചിങ് അങ്ങ് കൂടി ഇസൻറ്റ്. പക്ഷെ നോക്കൂ, ബോയിലിംഗ് പോയിന്റ് ഒന്ന് താഴെ എഴുതിയിട്ടുമുണ്ട്. ബോയിലിംഗ് പോയിന്റ് 69, ബോയിലിംഗ് പോയിന്റ് 60, ബോയിലിംഗ് പോയിന്റ് 58, ബോയിലിംഗ് പോയിന്റ് 50. എന്താണ് മനസ്സിലാവുന്നത്? ഈ ഒരു ഇത് നോക്കുമ്പോൾ സ്ട്രക്ചറും ബോയിലിംഗ് പോയിന്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് ബ്രാഞ്ചിങ് കൂടുന്തോറും അല്ലെങ്കിൽ ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു വരുന്നുണ്ട്, ഇസൻറ്റ് ഇറ്റ്? അതാണ് നമ്മളുടെ ഒരു ഇവാലുവേഷൻ. ഈ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബ്രാഞ്ചിങ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു വരുന്നുണ്ട്. എന്താണ് റീസൺ? അപ്പോൾ അവർ തമ്മിൽ എന്തായാലും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ബ്രാഞ്ചിങ്ങും ബോയിലിംഗ് പോയിന്റും നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ മോളിക്യൂൾ എടുക്കുകയാണ്. സ്ട്രെയിറ്റ് ചെയിൻ മോളിക്യൂളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് കോൺടാക്റ്റ് ഹയർ ആയിരിക്കും, അല്ലേ? സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ളപ്പോൾ കോൺടാക്റ്റ് വരുന്ന പൊസിഷൻസും കൂടുതലായിരിക്കും. പക്ഷെ ബ്രാഞ്ചിങ് എടുത്താൽ നമ്മൾ എപ്പോഴും ഒരു നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്പെറിക്കൽ ബ്രാഞ്ച് ചെയ്യുമ്പോൾ മോളിക്യൂൾ ഒന്നും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് സ്പെറിക്കൽ ഫോമിൽ അസ്യൂം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു കോൺടാക്റ്റ് എന്ന് പറയുന്ന പൊസിഷൻസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് കോൺടാക്റ്റ് കുറവായിരിക്കും, ശരിയല്ലേ? അവരടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് ചെയിൻ ആവുന്ന മാതിരി അവർക്ക് ബ്രാഞ്ചിങ് വരുമ്പോൾ കോൺടാക്റ്റ് വരില്ല. ഓർ നമുക്ക് എന്ത് പറയാം, സർഫസ് ഏരിയ ഓഫ് ദ മോളിക്യൂൾ ഡിക്രീസസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സർഫസ് ഏരിയ ഓഫ് ദ മോളിക്യൂൾ ഡിക്രീസസ്. സർഫസ് ഏരിയ കുറയുമ്പോൾ കോൺടാക്റ്റ് ഇതും ഏരിയയും കുറയും. സർഫസ് ഏരിയ ഡിക്രീസസ് മീൻസ് സ്മോളർ ഏരിയ ഓഫ് കോൺടാക്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ വാൻ ഡെർ വാൾസ് ഫോഴ്സ് അതും ഡിക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ബ്രാഞ്ചിങ് വരുമ്പോൾ സർഫസ് ഏരിയ ഓഫ് കോൺടാക്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ബോയിലിംഗ് പോയിൻറ്റും കുറയും. അപ്പോൾ അതാണ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ബ്രാഞ്ചിങ്ങും തമ്മിലുള്ള റിലേഷൻ. ഇത് നിങ്ങളുടെ പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കും, കമ്പയർ ദ ബോയിലിംഗ് പോയിന്റ്സ്. അപ്പോൾ മോർ നമ്പർ ഓഫ് ബ്രാഞ്ചിങ് ലോവർ വിൽ ബി ദ ബോയിലിംഗ് പോയിന്റ് ബിക്കോസ് ഡ്യൂ ടു ദ ലെസസ് ഏരിയ ഓഫ് കോൺടാക്ട്. ഓക്കെ, ക്ലിയർ ആയോ? കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ പൊതുവായിട്ട് ഇവർ വലിയ റിയാക്ഷൻ ഒന്നുമില്ല. ആൽക്കൈൻസിൻ്റെ കേസിൽ വരുമ്പോൾ അത്ര കണ്ട് ഹൈലി റിയാക്റ്റീവ് ഒന്നുമല്ല. കാരണം എന്താണ്? നമുക്കറിയാം ഇവരെല്ലാവരും തമ്മിൽ എന്ത് ബോണ്ടേ ഉള്ളൂ? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ഇൻ ദ സെൻസ് സിഗ്മ ബോണ്ടാണ്, അല്ലേ? സിഗ്മ ബോണ്ട്സ് ആണ്. അപ്പോൾ അവരെ ബ്രേക്ക് ചെയ്യാൻ, അതായത് സ്ട്രോങ് CHഉം CC ബോണ്ട്സ് ആണ്. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടൊരു നമുക്കറിയാം എപ്പോഴും കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആ ബോണ്ട്സ് ബ്രേക്ക് ചെയ്ത് പുതിയ ബോണ്ട്സ് ഫോം ചെയ്യണം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ തന്നെ പാടായതുകൊണ്ട് ബേസിക്കലി ഇവർ അൺറിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് എന്ന് വിളിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല ബിക്കോസ് ഓഫ് ദ എന്താണ് സ്ട്രോങ് CC ആൻഡ് CH ബോണ്ട്. ഈവൻ ദോ കുറച്ചൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ ഇവർ കാണിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് എപ്പോഴും നമുക്കറിയാം, ഒരാളെ മാറ്റി പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ കയറിയിരിക്കുക, ഇല്ലേ? ഒരു പകരക്കാരൻ വരിക എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആൽക്കൈൻ്റെ കേസിൽ പൊതുവേ അത് നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ്. സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. ഹാലോജൻസ് ആണ് പൊതുവേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇവർ ആൽക്കൈൻസുമായിട്ട് കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് ടു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണ്, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. മീത്തേൻ ക്ലോറിൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓർ ഹീറ്റ്, ലൈറ്റിൻ്റെയും ഹീറ്റ് അതിനൊരു റെലവൻസ് ഉണ്ട്. അത് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയും എന്തുകൊണ്ടാണ് ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് അവിടെ റിക്വയർ ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ എന്താ, ഒരു ഹൈഡ്രജൻ മാറി പകരം യു ഗെറ്റ് അമീഥൈൽ ക്ലോറൈഡ് CH3Cl. പക്ഷെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു ക്ലോറിൻ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 4 ഹൈഡ്രജൻ ഉണ്ട്. മനസ്സിലായോ? 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ 4 ആൾക്കാരിൻ്റെ പകരം 4 ക്ലോറിൻ വന്നിരുന്നാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പോൾ 4 സ്റ്റെപ്പിലും ഓരോ സ്റ്റെപ്പിലും ഓരോ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ CH3Cl റിയാക്ട്സ് വിത്ത് ക്ലോറിൻ, യു ഗെറ്റ് CH3Cl2.
isn't it? Sorry, it is not CH3Cl2, it is CH2Cl2. CH2Cl2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ CH2Cl2 വീണ്ടും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് CHCl3. ഇതാണ് നമ്മളുടെ ക്ലോറോഫോം, ആനസ്തെറ്റിക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോറോഫോം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ക്ലോറോഫോം വീണ്ടും ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് CCl4, കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇനിയിപ്പോൾ ഹൈഡ്രജൻ ഒന്നുമില്ല, ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് 4 ക്ലോറിനാണ് ഇരിക്കുന്നത്. അതാണ് നമ്മളുടെ കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പൊതുവേ ഫേവർ ചെയ്യുന്ന ഹീറ്റോ ലൈറ്റിൻ്റെ പ്രസൻസിലാണ്. അതും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആൾ ഫ്ലോറിനാണ്, ക്ലോറിനാണ്, ബ്രോമിൻ, അയോഡിൻ. അങ്ങനെയാണ് ട്രെൻഡ് പോകുന്നത്. ഓക്കെ, പക്ഷേ ഫ്ലൂറിനേഷൻ ഭയങ്കര വയലൻ്റ് ആണ്, നമുക്കത് കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അയോഡിനേഷൻ ആണെങ്കിൽ റിവേഴ്സബിളുമാണ്. അയോഡിനേഷൻ റിവേഴ്സ്. അപ്പോൾ അതിൻ്റെ അയോഡിനേഷൻ നടക്കുമ്പോൾ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ലൈക്ക് HNO3, HiO3 ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫ്ലൂറിനേഷനും അയോഡിനേഷനും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ക്ലോറിനേഷൻ ആൻഡ് ബ്രോമിനേഷൻ സ്മൂത്ത് ആയിട്ട് ടേക്സ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ്. ഇനി നമ്മൾ മെക്കാനിസം എന്താണ്, ഞാൻ പറഞ്ഞു ലൈറ്റോ ഹീറ്റോ വേണം, എന്തിനു വേണ്ടിയിട്ട്, അതാണ് ചോദ്യം. ലൈറ്റോ ഹീറ്റോ ഇല്ലെങ്കിൽ എന്താണ് സംഭവം? കാരണം ഇതൊരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഫ്രീ റാഡിക്കൽ, ആ വാക്ക് അറിയാമോ നിങ്ങൾക്ക്? ഫ്രീ റാഡിക്കൽ എന്താണ്? ഇപ്പോൾ ക്ലോറിൻ മോളിക്യൂൾ ഞാൻ Cl2 എന്ന് എഴുതുകയാണെങ്കിൽ വാട്ട് ദാറ്റ് ഇസ് മീൻ? ഇറ്റ് ഇസ് ClCl. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അതിന് 2 രീതിയിൽ വേണമെങ്കിൽ എനിക്ക് ബ്രേക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്ന ഒരു രീതിയെ പറയുന്നുള്ളൂ, ബാക്കി നമ്മൾ ബേസിക് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അത് ബാക്കിയുള്ളത് വരും. ഇപ്പം ഞാനൊരു ബോണ്ട്, നിങ്ങൾക്കറിയാം ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കമ്പോസ്ഡ് ഓഫ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോൺ ഈ ക്ലോറിനും എടുത്തു, ഒരു ഇലക്ട്രോൺ ഈ ക്ലോറിനും എടുത്തു. അതായത് അവർ ഈക്വലി ഷെയർ ചെയ്തു, തുല്യമായിട്ട് അവർ പങ്കിട്ടെടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്ലോറിൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, that becomes a free radical. Similarly, this chlorine also becomes a free radical. കാരണം അതിന് കംപ്ലീറ്റ് ആയിട്ട് റിക്വയർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല, ഇറ്റ് ഹാസ് ഓൺലി 1 ഇലക്ട്രോൺ. അതാണ് അവിടെ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ തുല്യമായിട്ട് ബോണ്ട് മുറിയുമ്പോൾ ദ ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഈക്വലി among the 2 atoms. It is known as homolytic cleavage എന്നാണ് പറയുക, homolytic cleavage. അപ്പോൾ ഹോമോലിറ്റിക് ക്ലീവേജ് നമുക്ക് തരുന്ന പ്രോഡക്ട്സ് ആ ഫ്രീ റാഡിക്കൽ. അപ്പോൾ ആ മെക്കാനിസമാണ് നിങ്ങൾ ഈ കാണുന്ന റെഡ് കളർ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നതല്ല ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് പൊതുവേ ജനറേറ്റ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് ഓർ ലൈറ്റിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്, ബിക്കോസ് ഫ്രീ റാഡിക്കൽസ് ഇസ് ജനറേറ്റഡ് യൂസിങ് ഹീറ്റ് ഓർ ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് റിയാക്ഷൻ. ഫസ്റ്റ് ക്ലോറിൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് ആ സ്റ്റെപ്പിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഇനീഷ്യേഷൻ, തുടക്കം. എങ്ങനെയാണ് റിയാക്ഷൻ തുടങ്ങുന്നത് ബൈ ദ ജനറേഷൻ ഓഫ് എ ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് റാഡിക്കൽ ഡയറക്ട്ലി ആഡ്സ് ടു മീത്തേൻ ടു ഫോം എ മീഥൈൽ റാഡിക്കൽ. എന്താണ് ഇവിടെ കിട്ടുന്നത്? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് HCl ആവും. ഇൻസ്റ്റന്റ് ഇതൊരു റാഡിക്കലായിട്ട് കൺവേർട്ടഡ് ആവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ CH3 റാഡിക്കൽ റിയാക്ട്സ് വിത്ത് അനദർ Cl2 മോളിക്യൂൾ ടു ഗിവ് വീണ്ടും ഒരു ക്ലോറിൻ റാഡിക്കൽ ജനറേറ്റ് ചെയ്യും. അങ്ങനെ ആ സ്റ്റെപ്പ് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് വരുമ്പോൾ അവസാനം നമുക്ക്, നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, CH3 റാഡിക്കലും ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ 2 CH3 റാഡിക്കൽ ഫൈനലി കമ്പൈൻസ് ടു ഗിവ് C2H6. അതായത് ഈ സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാലേ ഇവിടെ ടെർമിനേഷൻ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നിൽക്കുള്ളൂ. കാരണം കംപ്ലീറ്റ്ലി റാഡിക്കൽസ് റിമൂവ് ചെയ്യണം. റാഡിക്കൽസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും അടുത്ത റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് അങ്ങനെ റിയാക്ഷൻ ഇങ്ങനെ ചെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി വെൻ ദ റാഡിക്കൽസ് ആർ യൂസ്ഡ് അപ്പ്, അല്ലെങ്കിൽ റാഡിക്കൽസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിയാക്ഷൻ ബിക്കംസ് ടെർമിനേറ്റഡ്. അതിനെയാണ് ടെർമിനേഷൻ. അപ്പോൾ 3 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്: ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ. ഓക്കെ, അപ്പോൾ ഫ്രീ റാഡിക്കൽസ് റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, പല ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ന്യൂക്ലിയോഫിലിക് ഉണ്ട്, ഇലക്ട്രോഫിലിക് ഉണ്ട്, ഫ്രീ റാഡിക്കൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി അടുത്തത് കമ്പഷൻ നമുക്കറിയാം, ഏതൊരു സബ്സ്റ്റൻസും ഓക്സിജനായിട്ട് ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് കമ്പഷൻ റിയാക്ഷൻ, isn't it? അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഏതൊരു ഹൈഡ്രോകാർബൺ ഇഫ് യു ബേൺ ഇറ്റ് വിത്ത് ഓക്സിജൻ, ദ പ്രോഡക്റ്റ് ഇസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. വാട്ട് എവർ ബി ദ ഹൈഡ്രോകാർബൺ, ദ പ്രോഡക്റ്റ് ഇസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ.
ഇത് നോക്കും മീത്തേൻ ഇഫ് ഇറ്റ് ഇസ് ബേൺ വിത്ത് O2 യു ഗെറ്റ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. സിമിലർലി ഏത് ഹൈഡ്രോ കാർബൺ എടുത്താലും ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ഒരുപാട് ഹീറ്റ് എനർജി ഈ ഒരു കമ്പഷൻ പ്രോസസ്സ് റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞത് ഇവർ യൂസ്ഡ് ആസ് ഗുഡ് ഫ്യൂവൽ കാറ്റഗറിയിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. ബിക്കോസ് കമ്പഷൻ റിലീസസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇനി നമുക്ക് ഓക്സിജനുമായിട്ട് ഒന്ന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ മാറ്റി വെറുതെ അങ്ങ് ഹീറ്റ് ചെയ്യാതെ കുറച്ച് കണ്ടീഷനും കുറച്ച് കാറ്റലിസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. വെറുതെ ഓക്സിജൻ എത്ര ഇൻഡെഫിനിറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു കാറ്റലിസ്റ്റും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും ഒക്കെ കൊടുത്ത് ഹീറ്റ് ചെയ്താൽ വി ഗെറ്റ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. നോക്കൂ, മീത്തേൻ തന്നെ ഓക്സിജനായിട്ട് ബേൺ ചെയ്യാം. ബട്ട് കോപ്പർ കാറ്റലിസ്റ്റ് ആണ്. 523 കെൽവിൻ ആയിരിക്കും നമുക്കൊരു കിട്ടുന്നത് ഒരു ആൽക്കഹോളാണ്, CH3OH മെത്തനോൾ. ഓക്കെ, സെയിം തിങ് ഇഫ് യു ഈറ്റ് ഇൻ മോളിബ്ഡനം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ ആൽഡിഹൈഡ് ആയിരിക്കും പ്രോഡക്റ്റ്. സിമിലർലി CH3 ഈത്തേനെ മാംഗനീസിൻ്റെ അസിറ്റേറ്റ് വെച്ചാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ആസിഡ് കിട്ടും. ഓക്കെ, ആസിഡാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളുടെ റിയാക്ഷൻ കണ്ടീഷൻസ്. ഇപ്പോൾ റിക്വയർഡ് പ്രോഡക്റ്റ് എനിക്ക് ആൽക്കഹോൾ ആണ് വേണ്ട, അതിന് ഉള്ള കണ്ടീഷൻസ് എന്താ, അത് സപ്ലൈ ചെയ്യേണ്ടി വരും. അതല്ല ആൽഡിഹൈഡ് ആണെങ്കിൽ അതിനുള്ള കാറ്റലിസ്റ്റ് എന്താ, അങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്ക് പല റിക്വയർഡ് പ്രോഡക്ട്സ് ആയിട്ട് ആൽക്കെയിൻസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഐസോമറൈസേഷൻ നമ്മൾ ആദ്യം പഠിച്ചു. ഐസോമറൈസേഷൻ എന്താണെന്നുള്ളത് എങ്കിൽ കൂടി ഒന്നും കൂടെ ഇതും അവരുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ഓക്കെ, ഇത് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റലിസ്റ്റും കണ്ടീഷൻസ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പം ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ടിന് ബ്യൂട്ടേന് അലൂമിനിയം ക്ലോറൈഡും HCl-ഉം വെച്ച് ട്രീറ്റ് ചെയ്താൽ 4 കാർബൺ ആറ്റം ഉള്ള ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിരുന്നു. 4 കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ട് തന്നെയാണ്, ബട്ട് ഇറ്റ് ഇസ് ബ്രാഞ്ച്ഡ് അല്ലേ, അതൊരു ബ്രാഞ്ചിങ് ആണ്. സോ ഇറ്റ് ഇസ് ഐസോബ്യൂട്ടേൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു ഐസോമർ ആണ്. സ്ട്രെയിറ്റ് ചെയിൻ ബിക്കംസ് എ ബ്രാഞ്ച് ചെയിൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയിനിലുള്ള വ്യത്യാസം? സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ചെയിൻ ഐസോമറിസം. ചെയിൻ ഒന്നൊരു ഓപ്പൺ ചെയിൻ ആണ്, മറ്റേതൊരു ബ്രാഞ്ച്ഡ് ആണ്. സോ ആ ഐസോമറിസത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ചെയിൻ ഐസോമേഴ്സ്. അപ്പോൾ അതേമാതിരി തന്നെ 6 കാർബൺ ആറ്റമുള്ള ഹെക്സേൻ, ഇത് നോക്കിയാൽ തന്നെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി എത്രയൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് റീൽസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയൊക്കെ നമ്പർ ഓഫ് പോസിബിൾ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം ഒരു സിമ്പിൾ ടെക്നിക്ക് വെച്ചിട്ട്. ഓക്കെ, അപ്പം ഹെക്സേനിനെ തന്നെ വരുമ്പോൾ നമുക്ക് 4 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയാൽ 4 പല രീതിയിലും ബ്രാഞ്ച്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് എന്താണ്? ദേ ഷോ ചെയിൻ ഐസോമറിസം. ഓക്കെ, ഇനി അറോമാറ്റൈസേഷൻ. അറോമാറ്റിക് നമ്മൾ പഠിച്ചു, ഇസ്ന്റ് ഇറ്റ്? ബെൻസീൻ എക്സാമ്പിളൊക്കെ എടുത്തിട്ട് അറോമാറ്റിക് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് ഈ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് അവരെ നമ്മൾ സൈക്ലിക് റിംഗ് ആക്കിയിട്ട് അറോമാറ്റിക് ആക്കുന്ന ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് അറോമാറ്റൈസേഷൻ. അപ്പോൾ ഇവിടെ മിനിമം ഒരു 6 കാർബൺ ആറ്റം ഉള്ള ആൾക്കാരെങ്കിലും എടുക്കണം. 1-2 ആൾക്കാർ എടുത്തിട്ട് അറോമാറ്റിക് സ്ട്രക്ചറാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മിനിമം ഒരു 6 കാർബൺ ആറ്റം ഉള്ള ആൾക്കാർ ഹീറ്റ് ചെയ്യണം. എത്ര ടെമ്പറേച്ചർ? കുറച്ച് ഹൈ ടെമ്പറേച്ചർ 10 to 20 അറ്റ്മോസ്ഫിയർ ഹീറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ അവിടെയും കാറ്റലിസ്റ്റ് ആവശ്യമുണ്ട്. വെനേഡിയം, മോളിബ്ഡനം അല്ലെങ്കിൽ ക്രോമിയം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ദേ സൈക്ലൈസ്. ഈ റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് സൈക്ലൈസേഷൻ. അവർ സൈക്ലൈസ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് അറോമാറ്റൈസേഷൻ. അതായത് സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് അറോമാറ്റിക് ആകുന്ന പ്രോസസ്സ്. അതിന് എന്തൊക്കെയാണ് റിയേജൻസ് വേണ്ടത്? നമുക്കൊരു ഹൈ ടെമ്പറേച്ചർ വേണം, കാറ്റലിസ്റ്റ് ഡെഫിനറ്റ് ആയിട്ടും വേണം, പ്രഷറും ഒന്ന് കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്താക്കി മാറ്റാം? അതായത് ഹെക്സേനെ നമുക്ക് ബെൻസീനാക്കി മാറ്റാം. ആൻഡ് ദിസ് പ്രോസസ്സിൻ്റെ പേര് എഴുതാൻ ചോദിക്കും ചിലപ്പോൾ. ഇത് ഐസോമറൈസേഷൻ ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, അറോമാറ്റൈസേഷൻ ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള എന്ത് മാറ്റമാണ് വരുന്നത്? അറോമാറ്റിക് ആവുകയാണെങ്കിൽ അറോമാറ്റൈസേഷൻ, അതല്ല സ്ട്രെയിറ്റ് ചെയിൻ ഒരു ബ്രാഞ്ച് ചെയിൻ ആവുകയാണെങ്കിൽ അത് ചെയിൻ ഐസോമറസ് ആണ്, അതല്ല ഓക്സിജനായിട്ട് ബേൺ ചെയ്യുകയാണെങ്കിൽ കമ്പഷൻ ആണ്. അങ്ങനെയുള്ള പ്രോസസ്സ് അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇസ് പൈറോലിറ്റിക് ക്രാക്കിംഗ്. ഈ ക്രാക്കിംഗ് എന്നുള്ള വാക്ക് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോളിയം ഇൻഡസ്ട്രിയിലാണ്. ഇസ്ന്റ് ഇറ്റ്? ക്രാക്കിംഗ് പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നത് തന്നെ ക്രാക്കിംഗ് എന്നുള്ള. അതായത് ഹയർ ആൽക്കെയിൻസിനെ
ചെറിയ ആൽക്കെയിൻസ് ആക്കി ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് ചെറിയ ലോവർ മെമ്പേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പൈറോളിസിസ്, ഓർ വി കോൾ ഇറ്റ് ആസ് ക്രാക്കിംഗ്. ഹൈ ടെമ്പറേച്ചർ റിക്വയർമെൻ്റ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ബേസിക് ആപ്ലിക്കേഷൻ വരുന്ന നമ്മളുടെ പെട്രോളിയം ഇൻഡസ്ട്രീസിലാണ് ഫോർ ദ ഹയർ മെമ്പേഴ്ന്ന് ലോവർ മെമ്പേഴ്സിനെ ഉണ്ടാക്കാൻ. ഇവിടെ നോക്കൂ, പിന്നെ 12 കാർബൺ ആറ്റം C12H26 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പ്ലാറ്റിനം, പെലേഡിയം, ഒനിക്കിൾ. ആൻഡ് ടെമ്പറേച്ചർ നോക്കൂ, ക്ലോസ് ടു 1000 കെൽവിനോട് അടുപ്പിച്ചാണ്. ഹൈ ടെമ്പറേച്ചർ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അവർ മുറിഞ്ഞ് ഒരു 7 കാർബൺ ആറ്റം ഉള്ള ഒരു ഹെപ്റ്റെയിൻ, 5 കാർബൺ ആറ്റം ഉള്ള ഒരു പെൻറ്റീൻ, അങ്ങനെ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ കിട്ടും. അപ്പോൾ ഹയർ ആൽക്കെയിൻസിന് ചെറിയ മെമ്പേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ് ഇസ് നോൺ ആസ്, ഒന്നുകിൽ നമുക്ക് അതിനെ പൈറോളിറ്റിക് ക്രാക്കിംഗ് എന്ന് വിളിക്കാം, ഓർ ജസ്റ്റ് പൈറോളിസിസ്, ഓർ ജസ്റ്റ് ക്രാക്കിംഗ്. ഓക്കെ, ഇനിയാണ് നമ്മളുടെ ഈ ഒരു പിന്നെ ആൽക്കെയിൻ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പോർഷൻ നമ്മളിനി ഡീൽ ചെയ്യാൻ പോകുന്ന കൺഫർമേഷൻസ്. കേട്ട് കാണും ഇങ്ങനെ വാക്കുകളൊക്കെ അല്ലേ. എന്താണ് കൺഫർമേഷൻസ്? നമുക്കൊരു ഈത്തേൻ മോളിക്യൂൾ, ഈ ഒരു സ്ട്രക്ചറിന് ആദ്യം ഇത് നോക്കിയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈത്തേൻ എന്ന് പറയുന്നത് എന്താണ്? 2 കാർബൺ ആറ്റം ഉള്ള സിസ്റ്റമാണ്, 6 ഹൈഡ്രജനും ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്ന ബോൾസ്, ഇഫ് ഐ എം റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് കാർബൺ, ഇത് എൻ്റെ കാർബൺ ആണെന്ന് വിചാരിച്ചോളൂ. വൈറ്റ് ബോൾസ്, വൈറ്റ് ആയിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. അങ്ങനെ 2 കാർബൺ ഉണ്ട്, 1, 2, 3, 4, 5, 6 ഹൈഡ്രജനും ഉണ്ട്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നമ്മൾ മനസ്സിലാക്കാൻ, ഐ ജസ്റ്റ് നമ്പറിങ് ഇറ്റ് ആസ് 1, 2, 3, 4, 5, 6. ഓക്കെ, ഇതൊരു പിന്നെ നിങ്ങൾ സങ്കല്പിക്കുക, എൻ്റെ ഈ പിന്നെ കൈ ഒരു കാർബൺ ആറ്റമാണ്, മറ്റേ പിന്നെ അത് രണ്ടാമത്തെ കാർബൺ ആറ്റം. നമ്മൾ എടുക്കുന്ന മോളിക്യൂൾ ഏതാ? C2H6 ഇതേ. ഓക്കെ, അപ്പം ഇങ്ങനെയൊരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട്, ഇങ്ങനെയൊരു സ്ട്രക്ചറിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ മോളിക്യൂൾ ആൽക്കെയിൻ എന്ന് പറയുന്ന മോളിക്യൂൾ അതിന് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഫ്രീ റൊട്ടേഷൻ അബൌട്ട് ദിസ് കാർബൺ ബോണ്ട്, ഈ കാർബൺ ബോണ്ടിൽ കൂടി ഇനി ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇറ്റ് ക്യാൻ ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാം. ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് പറയാം. ഈവൻ ദോ റൊട്ടേഷൻ കുറച്ചും കൂടെ എളുപ്പമാണ് കമ്പയർഡ് പിന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട്. സോ ഫ്രീ റൊട്ടേഷൻ ഈസ് പോസിബിൾ അബൌട്ട് എ കാർബൺ സിഗ്മ ബോണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കൺഫർമേഷൻ പഠിക്കുമ്പോൾ അതെന്താണെന്നും അതിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ള കാര്യം, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓർ ബിക്കോസ് ഓഫ് ദ ഫ്രീ റൊട്ടേഷൻ, പോസിബിലിറ്റി ഓഫ് ഫ്രീ റൊട്ടേഷൻ. അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കാർബൺ ആറ്റത്തിന്, ഈ കിടക്കുന്ന കാർബൺ ആറ്റം, ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് ഞാൻ ഫിക്സ് ചെയ്തു, അതെൻ്റെ ഈ പിന്നെ കൈയാണെന്ന് വിചാരിച്ചോളൂ. മറ്റേ കാർബൺ ആറ്റത്തിനും ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, യു അസ്യൂം യു ഹാവ് എ ബോണ്ട് ഹിയർ. ആൻഡ് ദ നെക്സ്റ്റ് കാർബൺ ആറ്റം ഇഫ് ഐ എം റൊട്ടേറ്റിംഗ്, ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ദിസ് കാർബൺ ആറ്റം ഐ എം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 4, 5, 6 ഹൈഡ്രജൻ ആറ്റംസ് അത് പല പൊസിഷനിലും വന്നുകൂടെ. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ആംഗിളും പലതായിട്ട് വരും. അതായത് പല ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇസ് പോസിബിൾ, ഇസ്ന്റ് ഇറ്റ്? പല അറേഞ്ച്മെൻറ്റ്സും നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗം ഫിക്സ് ചെയ്ത്, ഒരു കാർബൺ ആറ്റം ഫിക്സ് ചെയ്ത്, മറ്റേ ഭാഗം ഇഫ് യു ആർ റൊട്ടേറ്റിംഗ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റിലേറ്റീവ് പൊസിഷനനുസരിച്ച് വി ഗെറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറയാം. ചെറിയ ആംഗിൾ വ്യത്യാസത്തിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് കൺഫർമേഷൻ, അല്ലെങ്കിൽ കൺഫോമേഴ്സ്, അല്ലെങ്കിൽ റോട്ടാമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ്. എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് ദ പോസിബിലിറ്റി ഓഫ് ഫ്രീ റൊട്ടേഷൻ കാരണമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺഫർമേഷൻസിന് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതങ്ങ് പിന്നെ സ്മൂത്തായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയില്ല. ഒരു പർട്ടിക്കുലർ പൊസിഷൻ വരുമ്പം ഇവിടെയുള്ള ഹൈഡ്രജനും, അതായത് ഈ ഹൈഡ്രജനോ ഇതും തമ്മിൽ കുറച്ച് അടുത്തോട്ട് വരും. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വരുമ്പോൾ ഇവർ അടുത്തോട്ട് വരും. പക്ഷെ പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അകലത്തിലോട്ട് പോകും. അതായത് അടുത്തും വരാം, അകലത്തിലോട്ടും പോവാം. പല പൊസിഷൻസ് പോസിബിൾ. അപ്പോൾ അടുത്ത് വരുമ്പോൾ റിപ്പൾഷൻ വരും. അടുത്ത് വരുമ്പോഴാണ് ഇവർക്ക് റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത്.
ആ റിപ്പൾഷനെയാണ് വി കോൾ ഇറ്റ് ആസ് ദ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പൾസീവ് ഫോഴ്സാണ് ഇവിടെ ഒരു തടസ്സമായിട്ട് മാത്രം നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു ചെറിയ ഫോഴ്സാണ് 1 to 20 kJ/mol ആണ് ആ എനർജി ബാരിയർ നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ബിക്കോസ് ഓഫ് ദ ഫ്രീ റൊട്ടേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺഫർമേഷൻസ് ആർ പോസിബിൾ. ഈത്തൈൻ്റെ കേസിലൊക്കെ പല കൺഫർമേഷൻസും പോസിബിൾ ആണ്. അതിൽ ചില കേസിൽ രണ്ട് കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ കം ക്ലോസ് ടു വൺ എന്നത്, ചില കേസിൽ അവർ ഏറ്റവും അകലത്തിലായിരിക്കും. ക്ലോസ് വരുമ്പോൾ അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് റിഫേർഡ് ടു ആസ് ടോർഷണൽ സ്ട്രെയിൻ. നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇത്ര കൺഫർമേഷനേ ഉള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻസ് നമുക്ക് പോസിബിലിറ്റി ഉള്ളത്. ബട്ട് അണ്ടർസ്റ്റാൻഡ്, നമ്മളതിനെ പിന്നെ രണ്ട് ടൈപ്പായിട്ടാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വെൻ ഹൈഡ്രജൻ ആ ക്ലോസ്ഡ്, രണ്ട് കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ ക്ലോസ് ആയിട്ട് വരികയാണെങ്കിൽ ആ കൺഫർമേഷനെ വി കോൾ ഇറ്റ് ആസ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എക്ലിപ്സ്ഡ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് കേട്ടിട്ടുണ്ടാവും ആ ടേം, സോളാർ എക്ലിപ്സ്, ലൂനാർ എക്ലിപ്സ് എന്ന്, ഒന്ന് മറ്റൊന്നിനെ മറിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് രണ്ടെണ്ണം അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഒരു സൈഡിൽ കൂടെ വ്യൂ ചെയ്യുമ്പോൾ ഒന്ന് എക്സാക്ട്ലി മറ്റൊന്നിൻ്റെ ബാക്കിലായിട്ട് വരും, എക്ലിപ്സ്ഡ് മാതിരിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ നമുക്കറിയാം ഏറ്റവും അടുത്ത് വരുന്ന ഈത്തൈൻ്റെ രണ്ട് ഹൈഡ്രജൻ ഏറ്റവും അടുത്ത് വരുന്ന കൺഫർമേഷനാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ അവിടെ തന്നെ എന്തായിരിക്കും, ടോർഷണൽ സ്ട്രെയിനും കൂടുതലായിരിക്കും. ഏറ്റവും അടുത്തല്ലേ വന്ന് നിൽക്കുന്നത്, അപ്പോൾ റിപ്പൾഷനും വരും. അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ കൂടുതലായ കൺഫർമേഷനാണ് ഈത്തൈൻ. എന്നാൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഹൈഡ്രജൻ മാക്സിമം അകലത്തിൽ നിൽക്കുന്ന കൺഫർമേഷനെയാണ് വി കോൾ ഇറ്റ് ആസ് ദ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ടെണ്ണം അറിയും. ഒന്ന് എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നതും, സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അകലത്തിൽ നിൽക്കുന്നത്. അപ്പം മിനിമം റിപ്പൾഷൻ നമ്മളുടെ സ്റ്റാഗേർഡിൻ്റെ കേസിലായിരിക്കും, മാക്സിമം റിപ്പൾഷൻ വരുന്നത് എക്ലിപ്സ്ഡിൻ്റെ കേസിലായിരിക്കും. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലും കുറേ കൺഫർമേഷൻസ് നമുക്ക് പോസിബിൾ അല്ല. നമ്മൾ പറഞ്ഞില്ലേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻ. അപ്പോൾ എക്ലിപ്സ്ഡിൻ്റെ സ്റ്റാഗേർഡിൻ്റെ ഇടയിലും കൺഫർമേഷൻസ് പോസിബിൾ ആണ്. അതിന് എല്ലാ കൺഫർമേഷനെയും കൂടെ നമ്മൾ ഒറ്റ പേരിട്ടിട്ടാണ് വിളിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് സ്ക്യൂ കൺഫർമേഷൻ. ഇതിൻ്റെ ഇടയിൽ വരുന്ന എക്ലിപ്സ്ഡിൻ്റെ സ്റ്റാഗേർഡിൻ്റെ ഇടയിലുള്ള എല്ലാ കൺഫർമേഷൻസും സ്ക്യൂ കൺഫർമേഷൻസ് ആണ്. അപ്പം പിന്നെ നമ്മൾ അറിയേണ്ടത് എക്ലിപ്സ്ഡ് എന്താ, സ്റ്റാഗേർഡ് എന്താ, സ്ക്യൂ എന്താ. ഇനി നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. യു ഹാവ് ടു നമുക്ക് വരയ്ക്കണം ഐദർ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഓർ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. എങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതിന് രണ്ട് രീതിയുണ്ട്. യു ക്യാൻ ഗോ ഫോർ ഐദർ സോഹോസ് പ്രൊജക്ഷൻസ് ഓർ ന്യൂമാൻ പ്രൊജക്ഷൻ. അപ്പോൾ അത് വരയ്ക്കുന്നതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് സോഹോസ് പ്രൊജക്ഷനാണ്. സോഹോസ് പ്രൊജക്ഷൻ വരുമ്പോൾ നമ്മളുടെ എന്താണ്, രണ്ട് കാർബൺ ആറ്റം ഒരു ബോണ്ടും അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹിയർ യു ക്യാൻ സീ ദിസ് ഇസ് ഫസ്റ്റ് കാർബൺ ആറ്റം, ഇത് മറ്റേ കാർബൺ ആറ്റം. ആൻഡ് യു ഹാവ് ടു ലുക്ക് ദ മോളിക്യൂൾ. നിങ്ങൾ മോളിക്യൂളിനെ വീക്ഷിക്കേണ്ടത് ഇറ്റ്സ് അലോങ് ദ മോളിക്കുലർ ആക്സിസ്. ഈ മോളിക്യൂളിൻ്റെ അലോങ് ദ മോളിക്കുലർ ആക്സിസ് ആണ് വ്യൂ ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു സ്ലൈറ്റ്ലി ടിൽറ്റഡ് ആയിട്ടുള്ള ഒരു ലൈനാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല നമ്മൾ വരയ്ക്കുന്നത്. വി റെപ്രസെൻറ്റ് എ സ്ലൈറ്റ്ലി ടിൽറ്റഡ് ലൈൻ. ഓക്കെ, ഈ കാർബൺ ആറ്റം, ഈ താഴെ ഇരിക്കുന്ന ഈ ലൈനിൻ്റെ താഴോട്ടിരിക്കുന്ന കാർബൺ ആറ്റം, പിന്നെ ദാറ്റ് ഈസ് ദ ഫ്രണ്ട് കാർബൺ ആറ്റം ഓർ ദാറ്റ് കാർബൺ ആറ്റം ഫേസിങ് ടുവേർഡ്സ് ദി ഒബ്സർവർ. ഓക്കെ, ഇത് നമ്മളെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന കാർബൺ ആറ്റം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം. എന്നാൽ ദൂരെ നിൽക്കുന്ന, കുറച്ച് വിട്ട് നിൽക്കുന്ന കാർബൺ ആറ്റം ആയിരിക്കും നമ്മൾ അപ്പർ പോർഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെയർ കാർബൺ ആറ്റം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, REAR കാർബൺ ആറ്റം. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി ക്ലോസ് ടു ദ ഒബ്സർവർ, നോക്കുന്ന ആളുടെ. ആൻഡ് യു ഹാവ് ടു വ്യൂ ദ മോളിക്യൂൾ അലോങ് ദ ആക്സിസ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഓരോ കാർബൺ ആറ്റത്തിനും എത്ര ഹൈഡ്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ്, എക്ലിപ്സ്ഡ് ആണ് വരച്ചിരിക്കുന്നത്. സോ യു സീ ദ ഹൈഡ്രജൻ ഹിയർ ആൻഡ് ദ ഹൈഡ്രജൻ ഇൻ ദ നെക്സ്റ്റ് കാർബൺ ആറ്റം ആർ ക്ലോസ്, വളരെ അടുത്ത്. അതാണ് എക്ലിപ്സ്ഡ് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത് കൂടാതെ ദിസ് ഹൈഡ്രജൻ വിൽ ബി എക്സാക്ട്ലി മറ്റേ ഹൈഡ്രജൻ്റെ ബാക്കിലായിരിക്കും. നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, ബോർഡിലായാലും പേപ്പറിലായാലും യു ക്യാൻ ഓൺലി റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ബട്ട് ദിസ് കാർബൺ ആറ്റം വിൽ എക്സാക്ട്ലി ബി ദ ബാക്ക് സൈഡ് ഓഫ് ദാറ്റ് കാർബൺ ആറ്റം, ആൻഡ് ദിസ് കാർബൺ ഈ കാർബണിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും. അപ്പോൾ എക്സാക്ട്ലി ഇങ്ങനെ വരയ്ക്കണം നമ്മൾ. ഒരു എക്ലിപ്സ് കൺഫർമേഷൻ വരയ്ക്കുമ്പോൾ ദ 2 ഹൈഡ്രജൻ ആറ്റംസ് വിൽ ബി ക്ലോസ് ടു വൺ അനദർ. ഓക്കെ, and lines, എല്ലാ ലൈൻസും should be inclined at 120 degree, 120 degree. That is, the line should be, all the line should be inclined at an angle of 120 degree. ഈ സ്റ്റാഗേർഡിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ, ഇത് രണ്ടും അടുത്തായിരുന്നു നമ്മളുടെ എക്ലിപ്സ്ഡിൻ്റെ കേസിൽ. അപ്പോൾ അവർ അകലത്തിലോട്ട് പോയി.
Okay, they are at much larger distance. Okay, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കൂടുതൽ എല്ലാ കാർബൺ ആറ്റവും പിന്നെ എക്സാക്ട്ലി ഇതിൻ്റെ ബാക്കിലായിട്ടല്ല വന്നിരിക്കുന്നത്. സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ ദേ ആർ ഫാർ അപ്പാർട്ട് ഫ്രം വൺ എന്ന്. അപ്പോൾ ഇതാണ് ഈ ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷനെയാണ് വി കോൾ ഇറ്റ് ആസ് ദ സോഹോസ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒരാളും കൂടെ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ന്യൂമാൻ പ്രൊജക്ഷൻ. ന്യൂമാൻ പ്രൊജക്ഷൻ ഇതെന്താ വ്യത്യാസം എന്ന് നമ്മൾ അറിയണം. ന്യൂമാൻ പ്രൊജക്ഷനിൽ നമ്മൾ വരയ്ക്കുമ്പം ഒരു കാർബൺ ആറ്റത്തിനെ നമ്മൾ ഡോട്ടായിട്ടാണ് സങ്കല്പിക്കുന്ന ഒരു ഡോട്ട്. ഓക്കെ, ദ കാർബൺ ആറ്റം ഒരു ഡോട്ടായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്ത്. 2 കാർബൺ ഉണ്ട് എന്നറിയാം. അതിൽ 1 കാർബൺ ആറ്റം ഇസ് റെപ്രസെൻറ്റഡ് ബൈ ഡോട്ട്. അതിൻ്റെ 3 ഹൈഡ്രജൻസ് ആണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം കൂടെ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ. അതൊരു സർക്കിളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോട്ട് ആൻഡ് എ സർക്കിൾ കറസ്പോണ്ട്സ് ടു ദ കാർബൺ ആറ്റം. എല്ലാവർക്കും 1 ഹൈഡ്രജൻ ഉണ്ട്. ഈ 3 ഹൈഡ്രജൻ ആണ് ഈ കാർബൺ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ, ആൻഡ് ദീസ് ആർ ദ ഹൈഡ്രജൻസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു ദ അതർ കാർബൺ ആറ്റം. മറ്റേ കാർബൺ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ആണ്. ഇവർ തമ്മിൽ എല്ലാവരും തമ്മിൽ ഒരു 60 ഡിഗ്രീൻ്റെ വ്യത്യാസത്തിലാണ് നമ്മളത് വരച്ചിരിക്കുന്നതെങ്കിൽ ഓൾ ഹൈഡ്രജൻസ് ആർ 60 ഡിഗ്രി അപ്പാർട്ട്. അങ്ങനെയുള്ള കൺഫർമേഷനാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. സ്റ്റാഗേർഡ് ഓർ നമ്മൾ അതിനെ പറയുന്ന ദ ഡൈഹീഡ്രൽ ആംഗിൾ ഇൻ എ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 60 ഡിഗ്രി. എക്ലിപ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ഹൈഡ്രജൻ മറ്റൊരാളുടെ പുറകിലായിട്ടാണ് നിൽക്കുന്നത്. പുറകിൽ നമുക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഈവൻ ദോ ഇവർ തമ്മിൽ 0 ഡിഗ്രിയാണ്, 0 അതിൻ്റെ ആണ് ഒരാൾ എക്സാക്ട്ലി ബാക്ക് സൈഡ് ഓഫ് മറ്റേതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. വെരി ക്ലോസ് ടു വൺ അനദർ ആൻഡ് ദ ഡൈഹീഡ്രൽ ആംഗിൾ 0 ഡിഗ്രി. അപ്പം ഏറ്റവും ഫാർ അപ്പാർട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ സ്റ്റാഗേർഡ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡൈഹീഡ്രൽ ആംഗിൾ യു ഷുഡ് നോ ഇറ്റ്സ് 60 ഡിഗ്രി, വെറസ് ഡൈഹീഡ്രൽ ഇൻ ദ കേസ് ഓഫ് എക്ലിപ്സ്ഡ് 0 ബിക്കോസ് ഒരാൾ മറ്റൊരു ആളുടെ പുറകിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് 2 ടൈപ്പ് ഓഫ് കൺഫർമേഷൻസ്, ഹൗ യു റെപ്രസെൻറ്റ് ഇറ്റ്. ഇതിൽ ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ? നമുക്കറിയാം റിപ്പൾഷൻ വരുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ഇല്ല. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. റിപ്പൾസീവ് ഫോഴ്സ് വരുമ്പോൾ ദർ ഇസ് നോ സ്റ്റെബിലിറ്റി. അപ്പോൾ നമുക്ക് റിപ്പൾസീവ് ആരിലാണ് കൂടുതൽ? അടുത്ത് വരുമ്പോൾ. അടുത്ത ഏതാണ്? എക്ലിപ്സ്ഡ്. അപ്പോൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ വരുമ്പോൾ സ്റ്റെബിലിറ്റി ഈസ് ഗ്രേറ്റ്ലി ഡിക്രീസ്ഡ്. സ്റ്റാഗേർഡ് ആകുമ്പോൾ ദേ ആർ മച്ച് ഫാർ, ഏറ്റവും മാക്സിമം അകലത്തിലാണ് അവർ നിൽക്കുന്നത്. സോ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഇൻ ദ കേസ് ഓഫ് ഈത്തേൻ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വാക്ക് പറയാം, ഇറ്റ് ഈസ് ദ പ്രിഫേർഡ് കൺഫർമേഷൻ. മോളിക്യൂൾ എപ്പോഴും സ്റ്റാഗേർഡ് ആയിട്ട് ഇരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണ്? ഇറ്റ്സ് എ മച്ച് മോർ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ദ മോളിക്യൂൾ പ്രിഫേഴ്സ് ടു ബി ഇൻ ദ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻസ് നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്, ബട്ട് ഒരു കറക്റ്റായിട്ട് ആ ഒരു എങ്ങനെ പിക്ചറൈസ് ചെയ്ത് വരയ്ക്കാം എന്നുള്ളത് കറക്റ്റായിട്ടാണ്. ഡൈഹീഡ്രൽ ആംഗിൾ എത്രയാണ് വരിക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മളുടെ ന്യൂമാൻ പ്രൊജക്ഷനിൽ ഈഥെയിനെ വരച്ചിട്ട് ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ എന്ന് ചോദിച്ചു. മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കണം വെൻ ഗ്രൂപ്പ്സ് ഏറ്റവും അകലത്തിൽ നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം നോക്കണം, എല്ലാവരും 60 ഡിഗ്രി തന്നെയാണ്. ഓൾ ദ കൺഫർമേഷൻസ് ആർ 60 ഡിഗ്രി. പക്ഷേ ഇങ്ങനെ 2 ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് CH3 ഒക്കെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ റിപ്പൾഷൻ വരും. മനസ്സിലായോ? അവിടെ ബൾക്കി ഗ്രൂപ്പ് തടിയന്മാർ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ റിപ്പൾഷൻ വരും. ഇപ്പോൾ CH3 ഒക്കെ മാതിരിയുള്ള ഗ്രൂപ്പ്സ് ഒക്കെ വന്നാൽ അവരൊക്കെ മാക്സിമം അകലത്തിൽ നിൽക്കുന്ന ഒരു കൺഫർമേഷൻ ആയിരിക്കും സ്റ്റേബിൾ. അപ്പം നമ്മൾ ഇത് നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ 2 CH3 അടുത്ത്, ഇവിടെ 2 CH3 അടുത്ത്, ഇവിടെ ഇത് എക്ലിപ്സ്ഡ് ആണ് ഈ കൺഫർമേഷൻ. പക്ഷേ ഇവിടെ നോക്കൂ, ഏറ്റവും അകലത്തിലാണ് നിൽക്കുന്നത്. ഒരു CH3 മേലെയും ഒരു CH3 താഴെ, അല്ലേ? എല്ലാം 60 ഡിഗ്രി അപ്പാർട്ടാണ് എല്ലാ CH3 ഹൈഡ്രജനും. CH3കൾ തമ്മിൽ വളരെ അകലത്തിലാണ്. സോ ദ മോസ്റ്റ് പ്രിഫേർഡ് കൺഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ ഇതായിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് ബൾക്കി ഗ്രൂപ്പ്സ് ആസ് ഫാർ അവേ ആണെങ്കിൽ that will be the most stable confirm, but don't go for eclipsed because staggered is always stable when compared to eclipsed conformations. Okay, അപ്പോൾ next question, with respect to the conformers of ethane which of the following statement is true? Conformations ന്റെ കേസിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Bond angle changes but bond length remains the same. Both bond angle and bond length change. Both bond angle and bond length remains the same. Bond angle remains the same but bond length changes. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യേണ്ടത്?
നമുക്ക് കൺഫോമേഴ്സ് വരുമ്പോൾ only difference is that dihedral angle change അല്ലേ, ഇവർ തമ്മിലുള്ള ആംഗിളാണ് ചേഞ്ച് ചെയ്യുന്നത്. ബട്ട് ബോത്ത് ബോണ്ട്സ് തമ്മിലുള്ള ആംഗിളിലൊന്നും മാറ്റം വരുന്നില്ല, ഡൈഹീഡ്രൽ ആംഗിളാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ബോത്ത് ബോണ്ട് ആംഗിൾ ആൻഡ് ബോണ്ട് ലെങ്ത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺഫോമേഴ്സ് എന്ന് കഴിഞ്ഞാൽ ഡൈഹീഡ്രൽ ആംഗിൾ ചേഞ്ച് ചെയ്യും, 0 ആവാം 60 ആവാം, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് ആവാം. ബട്ട് bond angle and bond length will remain same. So the correct option is option C. അടുത്ത liquid hydrocarbons can be converted into a mixture of gaseous hydrocarbons. ഏത് മെത്തേഡാണ് നമ്മൾ പൊതുവേ ഈ പെട്രോളിയം പ്രോഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്ന? ഇറ്റ്സ് ക്രാക്കിംഗ്. സോ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്, ക്രാക്കിംഗ്. നെക്സ്റ്റ് ഇസ് ഡൈഹീഡ്രൽ ആംഗിൾ ഇൻ ഫോം ഓഫ് ഈത്തർ, സ്റ്റാഗേർഡ് ഫോം ഓഫ് ഈത്തർ. നമ്മൾ പഠിച്ചു 60 ആണ്. ഓക്കെ. The most stable conformation of N-butane. N-butane most stable, അത് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ വരച്ചിരുന്നു. Isn't it? The CH3 ഏറ്റവും far apart ഇരിക്കുന്ന കൺഫർമേഷൻ ആയിരിക്കും സ്റ്റേബിൾ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതാ അല്ലേ? അപ്പം ഇതേത് കൺഫർമേഷനാ? ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത് CH3 are far apart or it is a staggered conformation, isn't it? Staggered. Which of the following is used as an anti-knocking material? ഇപ്പം നമ്മൾ ആൽക്കെയിൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു വാക്കും കൂടെ പഠിക്കാം, ആൻറ്റി നോക്കിംഗ് ഏജൻറ്റ്. നോക്കിംഗ് എന്ന് വെച്ചാൽ പെട്രോളൊക്കെ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും അവർ ബേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് കത്തുമ്പോൾ ഏതൊരു ഫ്യൂവൽ ആയാലും അത് ബേൺ ചെയ്തിട്ടാണ് എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ ആ ബേൺ ചെയ്യുന്ന പ്രോസസ്സിൽ കുറച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് നോക്കിംഗ്. അപ്പോൾ പൊതുവേ ഈ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ നോക്കിംഗ് കുറയ്ക്കാൻ അല്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി വി ഹാഡ് സം ആൻറ്റി നോക്കിംഗ് ഏജൻറ്റ്സ്. ആ ആൻറ്റി നോക്കിംഗ് ഏജൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ടെട്രാ ഇഥൈൽ ലെഡ് ഓർ TEL. ഷോർട്ട് ഫോം ഇസ് TEL, ബട്ട് ആക്ച്വലി അതിൻ്റെ പേര് ടെട്രാ ഇഥൈൽ ലെഡ് ആണ്. So tetraethyl lead is used as an anti-knocking agent. Okay. നമ്മളുടെ ആൽക്കെയിൻസ്, ഹൈഡ്രോകാർബൺസിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗമായ ആൽക്കെയിൻസ് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നിങ്ങൾ പിന്നെ ക്ലാസ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ് പ്രിപ്പറേഷൻ. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്നും കൺഫർമേഷൻസ് എന്താണെന്നും ഐ തിങ്ക് ദ കൺസെപ്റ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ ടു യു. സോ ഹോപ്പ് we see you soon with another video. Thank you.